ഇങ്ങനെ സ്ത്രീധനം ചോദിക്കരുത് എന്ന് പറഞ്ഞിട്ട് അത് അവസാനിപ്പിക്കുന്നത്. മഹർ കൊടുക്കണം, കൊടുക്കുന്നുണ്ട്, ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പൊരുത്തപ്പെട്ട് സ്ത്രീകൾ വല്ലതും തന്നാൽ, സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് തന്നാൽ വാങ്ങാം. ഫൈൻ സിബിനലക്കും എന്ന ആയത്ത് 3 പ്രാവശ്യം ഞാൻ തെളിവുകൾ പറയുന്ന സമയത്ത് ഓതിയിട്ടുണ്ട്. മിൻ ഷൈഇന്നാണോ എന്ന് ഉസ്താദിനോട് അങ്ങോട്ട് തിരിഞ്ഞെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഓതലല്ലോ, സംശയം ചോദിക്കൽ ഓതല. ഇതാണ് അവിടെ നടന്നത്. ഇതിനെയാണ് ആകത്തുക ഉരുട്ടി വരട്ടിയിട്ട് ഭയങ്കര വെല്ലുവിളി നടത്തി. ഇനി ഞാൻ മൗലവിയുടെ പ്രസംഗം ഓരോ ഭാഗം, അതായത് ഫുള്ള് ഞാൻ കേൾപ്പിക്കും. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഓരോ കഷ്ണം എടുത്ത് ഓരോന്നിനും മറുപടി പറഞ്ഞിട്ടാ പോവാ. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് മൗലവിയുടെ വാക്കുകൾ കേൾക്കാം. അള്ളാഹുവിന്റെ ഖുർആൻ കൊണ്ട് കളിച്ച കളി കേൾക്കണ്ടേ? ഇയാള് ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ ഇയാൾ ഓതിയവരായത്താണ് ആദ്യം കേൾപ്പിക്കുന്നത്. ആറ്റിങ്ങൽ പോയിട്ടൊരു മുഖാമുഖം നടത്തി, അവിടെ ഇയാളൊരു ആയത്ത് ഓതിയിട്ടുണ്ട്, ആറ്റിങ്ങൽ ആയത്ത്. അതൊന്ന് കേൾക്കാം. ആ സ്ത്രീകൾ നിങ്ങൾക്ക് നല്ല സന്തോഷത്തോടെ വല്ലതും തരാം. വല്ലതും നിങ്ങൾക്ക് സന്തോഷത്തോടെ തന്നാൽ അത് സന്തോഷത്തോടെ വാങ്ങി നിങ്ങൾ കഴിച്ചോളൂ, ഉപയോഗിച്ചോളൂ. ഇത് ഖുർആനിലുള്ള വചനമാണ്. ഖുർആനിൽ സന്തോഷത്തോടെ സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് വല്ലതും തന്നാൽ വാങ്ങിക്കോളൂ എന്ന് ഖുർആൻ പറയുമ്പോൾ അത് വാങ്ങൽ ഹറാമാണ് എന്നൊരു മസ്അല പറയുന്നെങ്കിൽ ക്രിസ്ത്യാനികളുടെ പാതിരിമാരെ പോലെ സ്വന്തം മതമുണ്ടാക്കാൻ അധികാരമുണ്ടെന്ന് വിശ്വസിക്കുന്ന വെല്ലുവിളിക്കുന്നവരോടെ ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ നിങ്ങളിപ്പോ ഓതിയ ഫൈൻ തിബിനലക്കും എന്ന് നിങ്ങൾ ഓതിയ രൂപത്തിൽ ഒരായത്ത് കാണിച്ചു തന്നാൽ പേരോടാ ഈ പ്രസംഗം ഇന്ന് നിർത്തും. ഇന്ന് നിർത്തിയൊക്കെ ഈ പരിപാടി. ഇവിടെ നിന്റെ ചെരുപ്പിടിച്ച് നടക്കും ഞങ്ങൾ. കള്ളം അല്ലാഹുവിന്റെ പേരിൽ പറയേ. ആയത്ത് കണ്ടോളി. ഫൈൻ തിബിനലക്കും നോക്കോ. ഫൈൻ തിബിനലക്കും എടുക്കടോ ചെരുപ്പ്, എടുക്ക് ചെരുപ്പ്. നിർത്തിവെക്കല്ലേ? നിർത്തിക്കോ, ഇന്ന് മുതൽക്ക് നിർത്തിക്കോ. പ്രശ്നം നോക്കോ. ഫൈൻ തിബിനലക്കും. ഒന്നും കൂടി വെക്ക്, എല്ലാവരും ഒന്ന് മനസ്സിലാക്കട്ടെ. വെല്ലുവിളിച്ചല്ലേ നാദാൾക്ക് വന്നിട്ട്. വെല്ലുവിളിക്കുന്നവരോടെ ആറ്റിങ്കൽ മുഖാമുഖത്തിൽ നിങ്ങളിപ്പോ ഓതിയ ഫൈൻ തിബിനലക്കും എന്ന് നിങ്ങൾ ഓതിയ രൂപത്തിൽ ഒരായത്ത് കാണിച്ചു തന്നാൽ പേരോടാ ഈ പ്രസംഗം ഇന്ന് നിർത്തും. ഇന്ന് നിർത്തിയപ്പോ ഈ പരിപാടി. ഇവിടെ നിന്റെ ചെരുപ്പിടിച്ച് നടക്കും ഞങ്ങൾ. കള്ളം അല്ലാഹുവിന്റെ പേരിൽ പറയേ. നോക്കൂ. ഫൈൻ തിബിനലക്കും, ഫൈൻ തിബിനലക്കും, ഫൈൻ തിബിനലക്കും. സർവ മൗലിമാരും നടക്കും ചെരുപ്പും കൊണ്ട്. നാദാവർക്കൊന്ന് വെല്ലുവിളിച്ചതാണല്ലേ. ഇനി ബാക്കി വെക്കുമോനെ, ഞാൻ ഓരോന്നോർന്ന് കാണിച്ചു. പിന്നായതല്ല, മിന്നിതിയായതുമല്ല, നിങ്ങളും മനഃപൂർവ്വം കൃത്രിമം കാണിച്ചത് തന്നെയാണ്. കാരണം എന്താണെന്നറിയോ? നിങ്ങളിവിടെ കാണിച്ച കൃത്രിമത്തിന്റെ സാഹചര്യം ഒന്ന് പറഞ്ഞുതരാ സദസ്യർക്ക് മനസ്സിലാക്കാൻ. എവിടെ ഇയാൾ ആയത്തോതിയെന്നറിയോ? ഇയാൾ ആയത്തോതിയത് എന്തിനാ? സ്ത്രീധനത്തെ പറ്റി അവിടെ ചോദ്യം. അപ്പൊ ഇയാൾ പറയണ് കുറെ ന്യായീകരണമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങുന്നതിന് തെറ്റൊന്നുമില്ല, ഒരാൾ പൊരുത്തപ്പെട്ട് തന്നാൽ എന്താ എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് പറയാണ് പെണ്ണിന്റെ ഭാഗത്തിനൊന്ന് പൊരുത്തപ്പെട്ടിട്ട് നമുക്ക് വല്ലതും തന്നാ തിന്നോളാനാണ് ഖുർആനിൽ പറയുന്നത് എന്ന് പറഞ്ഞാ ഈ ആയത്തോതനത്. എന്നിട്ടാ മൂപ്പര് ആയത്തോതനത്. ആയത്തോതന വിഷയം തന്നെ തെറ്റ്. അവിടെ അള്ളാഹു അതല്ല ഉദ്ദേശിച്ചത്. പേരോടെ ആണെന്ന് തെളിയിക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ? പറ്റും, പറ്റും, പറ്റും. തഫ്സീറുൽ കബീർ ഇമാം റാസിയുടെ തഫ്സീർ 948. ചെറുപ്പും പെറുക്കി നടന്നാ പോരാ കേട്ടോ. ആരാന്റെ ചെരുപ്പും പെറുക്കി നടന്നാ പോരാ. കിതാബ് ഓതി പഠിക്കണം കേട്ടോ. കേട്ടോളൂ. ഈ ഇൽം ഇമാം റാസി ഈ തഫ്സീറിൽ പറയും. ഈ ആയത്തിന്റെ തഫ്സീർ ഈ ഇൽം അറിഞ്ഞോളണം മൗലവിമാര്. അതിന്റെ അർത്ഥം വെച്ചത് ഇൽം അറിഞ്ഞോളണം. അന്നഹു തആല, നിശ്ചയം അല്ലാഹു തആല ലമ്മ അമറഹും ബിഇതാഇഹിന്ന സദഖാതിഹിന്ന, സ്ത്രീകൾക്ക് അവരുടെ മഹറുകൾ കൊടുക്കണം എന്ന് കൽപ്പിച്ചപ്പോൾ, ഇവിടെ രണ്ട് തഫ്സീർ ഇമാം റാസി പറയുന്നത്. ഒന്ന്,
ഭർത്താക്കന്മാർ കൊടുക്കണം എന്നാണ് ഇതിന്റെ തഫ്സീർ. ഒരു തഫ്സീർ, മറ്റൊന്ന് ഭർത്താക്കന്മാരോട് വാങ്ങിയത് രക്ഷിതാക്കൾക്ക് പെണ്ണുങ്ങൾക്ക് കൊടുത്തേക്കണം, അവർ കയ്യിൽ വെക്കരുത് എന്നാണ് വേറൊരു തഫ്സീർ. അതിന്റെ ശേഷം പിന്നീട് പറയാം അഖബഹു, ഇതിന്റെ മുമ്പ് വിശദീകരിച്ചാണ് ആ തഫ്സീർ. അഖബഹു, അങ്ങനെ കൊടുക്കണം എന്ന് പറഞ്ഞ ഉടനെ അല്ലാഹു തആല പറഞ്ഞു ബിദിക്രി ജവാസി ഖബൂലി ഇബ്റാഹിഹാ വഹിബത്തിഹാ ലഹു. ആ ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് കൊടുക്കാനുള്ളത് ഒഴിവാക്കി കൊടുത്താൽ അത് സ്വീകരിക്കലും ജായിസാണ്. വഹിബത്തിഹാ ലഹു, ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് പൊരുത്തപ്പെട്ട് എന്ത് ദാനം കൊടുത്താലും ആ ദാനം കൊടുക്കുന്നതെല്ലാം സ്വീകരിക്കൽ അനുവദനീയമാണ് എന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത് എന്ന് ഇമാം റാസി വിശദീകരിക്കുന്നു. ഇപ്പൊ പറ്റിയില്ലേ? ഇനി അടുത്ത വെക്ക്. ഇനി പറയാൻ പോകുന്നത് ആയത്ത് കാണിക്കാൻ പറ്റൂല, ആയത്തില്ലേ ഇല്ല, വീട്ടിൽ കാണിച്ചു കൊടുത്താൽ അയാൾ നമ്മളെ പിന്നിലുണ്ടാവും. കുറച്ച് കഴിയുമ്പത്തും പിന്നിൽ നിങ്ങൾക്ക് കാണാം. ഭയങ്കര ചോദ്യം. എനിക്ക് സുന്നികളോട് പറയാനുള്ളത്, ഈ മൗലവിമാര് മുൻകർ നിൽക്കുന്നത് നമ്മൾ കബറിലൊന്നുമല്ല. ചോദ്യം നമുക്ക് അങ്ങോട്ട് ചോദിക്കൂടെ? ഇവനെവിടെ നിന്ന് ഇസ്ലാം ദീൻ കിട്ടി? ഇവർക്ക് ആകാശത്ത് നിന്ന് കെട്ടിയിറക്കിയതാ നമ്മളെ മുൻഗാമികളൊന്നും അറിയാത്തൊരു ഇസ്ലാം. അപ്പൊ ഇങ്ങനെ കൊട്ടാൻ നടക്കും. പണ്ടൊരു ചങ്ങാതി അടിയില്ലായി, എല്ലാവരും വലിയൊരു ചങ്ങാതി, ധൈര്യണ്ടേ വരണ്ട, ഭാര്യനടാ ധൈര്യണ്ടേ. ഒരു ചങ്ങാതി നേരെ ചെന്ന് ഇയാളെ അറിയോ? അങ്ങ് ചെന്ന് ഇയാൾ നല്ല കുരുക്കളാണ്. ചേർന്നോടനെ തന്നെ ഇവിടെ പിടിച്ച് പറ അവിടെ നെഞ്ഞത്ത് കയറി അവിടെ ഇരുന്നു. അപ്പൊ ഇവനും വെല്ലുവിളിച്ചോന് പിന്നെ അനങ്ങാനാവില്ല. അപ്പോ ഇവൻ ഉടനെ ചോദിക്ക ഈ കുരുക്കളോട്, നീ എന്നോട് കളിക്കുവോ? ചോടെ കിടക്കുന്നവനാ ചോദിക്കുന്നത്, നീ ഇനി എന്നോട് കളിക്കുവോ? നെഞ്ഞത്ത് കയറി കുത്തിരി ആ കുരുക്കളെ. ആ മാതിരി കുറെ സാധനങ്ങൾ കളിക്കോന്നാ ചോദ്യം. ഒരൽപ്പവും പഠിക്കാതെ നിങ്ങൾക്കൊന്ന് കേൾക്കണോ? ഈ ആയത്തിൽ ഞാൻ ശേഷം വായിക്കുന്നില്ല, ഇപ്പൊ സമയം നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ പറയാം. എന്നത് മാത്രം ഞാൻ ഓതിയതുപോലെ സുറൈഹുൽ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ വെച്ച് ഓതി. ആരാ സുറൈഹുൽ ഖാദി? ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാദിയായി നിശ്ചയിച്ച പണ്ഡിതൻ. സഹാബി ആണോ അല്ലേ എന്നതിൽ തർക്കമുണ്ട് ചരിത്രകാരന്മാർക്കിടെ. വലിയ ചരിത്രമുള്ള ആളാണ് സുറൈഹുൽ ഖാദി. 60 കൊല്ലം കൂഫയിൽ ഖാദിയ. ആ സുറൈഹുൽ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ ഒരു കേസ് വന്നു. ഭാര്യ ഒരു സ്വത്ത് കൊടുത്ത് ഭർത്താവ് വാങ്ങി. കുറേ ദിവസം കഴിഞ്ഞപ്പോ ഇവള് പറഞ്ഞു, ഞാനത് പൊരുത്തപ്പെട്ട് തന്നേല, തിരിച്ചും കയറണോ? പൊരുത്തപ്പെട്ട് കൊടുത്താലേ വാങ്ങാൻ പറ്റും. അപ്പൊ ഈ ഭർത്താവ് ഖാദിയുടെ മുന്നിൽ വെച്ച് ഈ ആയത്തോതി. ഏതായത്തിൽ റൂഹുൽ മആനി തഫ്സീർ നോക്കിയാൽ കാണാം. وحكى الشعبي أن رجلا أتى مع امرأته صريحا في عطية أعطتها إياه. ഒരു വസ്തു കൊടുത്തതാണ് ഭർത്താവിന് ഭാര്യ. അവനാണ് സുറൈഹ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ വരുന്നത്. അവള് പറയുന്നത് തന്നത് മടക്കി തന്നു. തന്നത് മടക്കി വാങ്ങാൻ പാടില്ല എന്നല്ലേ? ബാപ്പയും ഉമ്മയും കൊടുത്താൽ മടക്കി വാങ്ങാം, അല്ലാത്തവർ കൊടുത്താൽ വാങ്ങാൻ പാടില്ല എന്നാണ് നിയമം. പക്ഷേ സുറൈഹ് റളിയല്ലാഹു അൻഹുവിന് അവിടെ വേറൊരു ഖൗലാണ്. ഉമർ ഇബ്നുൽ ഖത്താബിനും അങ്ങനെ ഒരു ഖൗലുണ്ട്. റുദ്ദഹാ അലൈഹാ, മടക്കി കൊടുക്കണോന്ന് നേരി സുറൈഹുൽ ഖാദി. ഫഖാല റജുലു, അപ്പൊ ആ വന്ന ഭർത്താവായ ആള് ചോദിച്ചു, അലൈസ ഖദ് ഖാല അല്ലാഹു തആല ഫഇൻ തിബ്ന ലക്കും അല്ലാഹു പറഞ്ഞിട്ടില്ലേ ഖുർആനിൽ? അപ്പൊ പൊരുത്തപ്പെട്ട് തന്നാ പിന്നെ തിരിച്ചു കൊടുക്കണോ? നിങ്ങൾ എങ്ങനെ വിധിക്കുക എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദാൻ പറ്റൂല എന്ന് പറഞ്ഞോ? മൗലവി പറഞ്ഞ പോലെ തെളിവാവൂല എന്ന് പറഞ്ഞോ? സുറൈഹുൽ ഖാദി പറഞ്ഞോ? പറഞ്ഞില്ല. മറിച്ച് സുറൈഹുൽ ഖാദി പറഞ്ഞു, ലൗ സാബത്ത് നഫ്സുഹാ അൻഹു ലമാ റജഅത് ഫീഹി, പൊരുത്തപ്പെട്ട് എന്നാണെങ്കിൽ അവൾ തിരിച്ചു ചോദിക്കൂലല്ലോ, അതുകൊണ്ട് കൊടുക്കണം എന്നാണ്. അല്ലാതെ ഈ ആയത്ത് തെളിവ് തിരിക്കാൻ പറ്റില്ല എന്നല്ല പറഞ്ഞത്. ഞാൻ ഓതിയ മാതിരി ആ ആയത്ത് ഫൈൻ തിബ്ന ലക്കും അത് മാത്രമേ ഓതിയത് ഈ തഫ്സീറിൽ ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങൾ കിതാബ് ഓതി പഠിച്ചിട്ടാണ് നടക്കുന്നത്. മൗലവിമാരെ പോലെ ചെരിപ്പ് പെറുക്കലല്ല ഞങ്ങളെ ജോലി, കേട്ടോ? ഇനി ഈ ആയത്ത്
ഓതിയത് തന്നെ അബദ്ധമാണ്. ഇല്ലാത്ത ആയത്താ നിങ്ങൾ ഓതിയത്. നിങ്ങൾ ഓതിയതുപോലെ ഒരായത്ത് ഖുർആനിൽ ഇല്ലേ ഇല്ല. തെളിയിക്കാൻ കഴിയോ കുഞ്ഞാടുകളെ? പിടിച്ച് കൊണ്ടെന്ന് പേരോടിനോട് നിങ്ങൾ ഇവിടെ കൊടുന്ന് കാണിക്കണം. ഞാൻ വരാം. നിങ്ങൾ പേരോടിന്റെ ഈ ആയത്ത് മുസാഹിബ് തീർത്തവർ ഒന്നും വേണ്ട. മുസാഹിബ് നിർത്തിയിട്ട് ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ നിങ്ങൾ ഓതിയതുപോലെ ഒരായത്ത് ഖുർആനിൽ നിങ്ങൾ കാണിച്ചു തന്നാൽ അന്ന് ഹുസൈൻ സലഫി പരിപാടി അവസാനിപ്പിച്ച് നിങ്ങളെ പിന്നാലുണ്ടാവും. അതായത്തതാ മുസാവ് തീർക്കണം. മൂപ്പർ മുസാവ് എന്താ പറയാ? മുസാഹിബ് എന്ന് പറയാൻ വരെ പഠിക്കാത്ത ജാഹിലി. മുസാവ് തീർക്കണം. മുസാഹിബ് ഇവിടെ ഉണ്ട്. മുസാവ് ഞങ്ങൾ എത്തില്ല. മുസാഹിബ് ഉണ്ട്. അത് നിവർത്തി തരാം. എടുത്തു നോക്കും. ഖുർആൻ ഇല്ലേ ഇല്ല. ഖുർആനിൽ ആയത്ത് നിഷേധിച്ചവന്റെ വിധി എന്താ? ഖുർആനിലെ ആയത്ത് നിഷേധിച്ചവന്റെ വിധി എന്താ? ഒരക്ഷരം നിഷേധിച്ചവന്റെ വിധി എന്താ? എന്നിട്ടോ ഇല്ല പോലും. ഉണ്ടേ മൗലവിമാരെ. പിന്നെ ഇനി മൂപ്പര് വിശദീകരിച്ചിട്ട് തന്നെ ഗണ്ണിക്കുന്നുണ്ട്. ഞാനും വിശദീകരിച്ച് ഗണ്ണിച്ചുതരാം. പറ്റും. ഒരു മിനിറ്റ് കൂടെ. ഇയാൾ ചെയ്തൊരു കൃത്രിമം കൂടിയുണ്ട്. ആയത്ത് പറഞ്ഞ വിഷയത്തിനെതിരെ ഓതി ഒന്ന്. ഒരു മിനിറ്റ് കൂടെ. ഇയാൾ ചെയ്തൊരു കൃത്രിമം കൂടിയുണ്ട്. ആയത്ത് പറഞ്ഞ വിഷയത്തിനെതിരെ ഓതി ഒന്ന്. കള്ളമാണ്. ഞാൻ പറഞ്ഞ വിഷയം എന്നാ? പൊരുത്തപ്പെട്ടതെന്നാ വാങ്ങാൻ. അതിനനുകൂലമായിട്ടല്ലേ ഞാൻ ഓടിയത്? അതിനെതിരായിട്ടല്ലാന്ന് നിങ്ങൾ കൊണ്ട് എന്നെ സംബന്ധിച്ചു തരാം. വെക്കി ഞാനെന്തിനാ ഓതിയത്? അയാളെ തന്നെ പറയാം. ഇയാൾ പറഞ്ഞ എന്താണ്? പെണ്ണിന്റെ വീട്ടുകാർ തൃപ്തിപ്പെട്ട് വല്ല മുതലും തന്ന സ്ത്രീധനായിട്ട് നമുക്ക് വാങ്ങാന്നില്ലാനുള്ള തെളിവോതിയത്. ഇയാൾ പറഞ്ഞ എന്താണ്? പെണ്ണിന്റെ വീട്ടുകാർ തൃപ്തിപ്പെട്ട് വല്ല മുതലും തന്ന സ്ത്രീധനായിട്ട് നമുക്ക് വാങ്ങാന്നില്ലാനുള്ള തെളിവോതിയത്. അതിനല്ലേ ഞാൻ തെളിവോതിയത്? ഇയാള് അതിനല്ലേ തെളിവോതിയത്? പിന്നെ പറഞ്ഞ വിഷയത്തിനെതിരായി ചോദ്യം പറഞ്ഞത് എന്തും വയറ്റിലാക്കിയിട്ടാ വന്നത്. വയറ്റിൽ എന്തും ആക്കിയിട്ടായി മൗലവിമാർ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കുന്നത്. പിന്നെ മൗലവി പറഞ്ഞെന്തറിയോ? ഇനി ഞാൻ വേണമെന്ന് പറഞ്ഞുതരാം. ഒന്നുകൂടി പറയാം. അത് ഇനി വേണേ ഇവർക്കൊന്ന് ദുർവ്യാഖ്യാനം ചെയ്യാതെ പറഞ്ഞ വാചകത്തിന് എങ്ങനെ? ആയത്ത് പറഞ്ഞതെന്നല്ല, ആയത്തിൽ പറഞ്ഞത്. അത് പറയുമ്പോൾ ഞങ്ങളോട് ആയത്തിൽ നായിപ്പോയതാണ്, അബദ്ധാണെന്ന് പറയുമ്പോഴെങ്കിൽ അങ്ങനെ ആയാലും തെറ്റാ പറഞ്ഞത്. കാരണം റാസിയാണതല്ലേ വായിച്ചത്. ആയത്തിൽ പറഞ്ഞത് ഇതിന് അനുകൂലമാണ് എന്നല്ലേ ഞാൻ റാസി വായിച്ചത്. അതൊന്ന് വെക്കുപോലെ ആ റാസി ഒന്നുകൂടി വെക്കും. ഞാൻ നേരത്തെ വായിക്കട്ടെ. അഖബഹു, ഇതിന്റെ മുമ്പ് വിശദീകരിച്ചാണ് ആ തഫ്സീർ. അഖബഹു, അങ്ങനെ കൊടുക്കണം എന്ന് പറഞ്ഞ ഉടനെ അല്ലാഹു തആല പറഞ്ഞു ബിദിക്രി ജവാസി ഖബൂലി ഇബ്റാഇഹാ വഹിബതിഹാ ലഹു. ആ ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് കൊടുക്കാനുള്ളത് ഒഴിവാക്കി കൊടുത്താൽ അത് സ്വീകരിക്കലും ജായിസാണ്. വഹിബതിഹാ ലഹു, ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് പൊരുത്തപ്പെട്ട് എന്ത് ദാനം കൊടുത്താലും ആ ദാനം കൊടുക്കുന്നതെല്ലാം സ്വീകരിക്കൽ അനുവദനീയമാണ് എന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത് എന്ന് ഇമാം റാസി വിശദീകരിക്കുന്നു. ഇപ്പൊ പറ്റിയില്ലേ? ആയത്തിൽ പറഞ്ഞത് സ്ത്രീകൾ കൊടുത്താൽ വാങ്ങാം, പൊരുത്തപ്പെട്ട് കൊടുത്താൽ വാങ്ങാം എന്നല്ലേ റാസിയിലുള്ളത്. ഇനി അടുത്ത് രണ്ട്, ആയത്തിന്റെ ഓതിയ ആയത്ത് തന്നെ മുറിച്ചും കട്ടും ഓതി. 2. 3, ആയത്തിന്റെ ആദ്യ ഭാഗം കട്ടു. കേട്ടങ്ങള്? ആയത്തിന്റെ ആദ്യം പറയാണ് മുറിച്ചും കട്ടും ഓതി. പിന്നെ രണ്ടാമതൊന്നും കൂടി എന്താണ്? ആദ്യ ഭാഗം കട്ടു. രണ്ടും ഒന്നു തന്നെയല്ലേ? നോക്ക് നിങ്ങൾ ഇയാളെ ബാറ്റിൽ എന്താണ്? ആദ്യ ഭാഗം കട്ടു തന്നെ മുറിച്ചും കട്ടു ഓതിയുടെ രണ്ടൊന്നല്ലേ? എന്നാ ഇയാൾക്കെന്നാ ഇങ്ങനെ പറയണോ? ഒരു 7 എണ്ണം എണ്ണിക്കൂടെ? 7 എണ്ണിക്കൂടെ? എങ്ങനെ അറിയോ? പേരോട് മുറിച്ചും കട്ടും ഓതി 1, ആദ്യ ഭാഗം കട്ടു 2, പിന്നെയോ അവസാനം ഓതിയില്ല 3, 4 മുമ്പത്തേത് ഓതിയില്ല 4, ശേഷമുള്ള ആയത്തില്ല 5, സൂറത്ത് മുഴുവൻ ഓതിയില്ല 6, മുസ്ഹഫ് തീർത്തു ഓതിയില്ല 7. ഇങ്ങനെ എണ്ണിക്കൂടെ മൗലവിക്ക്? പിന്നെ ഇനി അടുത്തെന്താ അവതരിക്കാൻ പോകുന്നത്? നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഇങ്ങനെ ആയത്ത് ഫൈൻ സിഗ്നലൊക്കെ മാത്രം ഓതാവോ? അത് ഓതാം, ആയത്ത് അങ്ങനെ ഓതാം എന്നതിന് ബുഖാരിയാണ് ഞാൻ തെളിവ് തരുന്നത്. ബുഖാരി എടുക്കുക. ബുഖാരി തെളിയട്ടെ, ഒന്ന് നോക്കൂ. ബുഖാരി
കിതാബ് തൗഹീദ്. മൗലവി പറഞ്ഞു ഞാൻ കിതാബ് തൗഹീദ് കണ്ടിട്ടാ വന്നത്. നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് അള്ളാഹ് തെളിയിച്ചു ഇവിടെ കേട്ടോ. കണ്ടിട്ടില്ല, കണ്ടെങ്കിൽ കിതാബ് തൗഹീദാണ്. ഇല്ല ആദ്യത്തെ ബുഖാരി നോക്കൂ. വഖാല മഅ്മറുൻ ദാലിക്കൽ കിതാബ്, അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് ഉണ്ടല്ലോ, ദാലിക്കൽ കിതാബ് ഹാദൽ ഖുർആൻ. പിന്നെ ഹുദൽ ലിൽ മുത്തഖീൻ, ഖുർആൻ അങ്ങനെയുള്ളത് ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ബുഖാരി ഇമാം കൊടുത്തതോ ദാലിക്കൽ കിതാബു ഹാദൽ ഖുർആനു ഹുദൽ ലിൽ മുത്തഖീൻ അൽ ബഖറ. പിന്നെ ബയാനുൻ വദിലാലത്തുൻ കഖൗലിഹി തആല ദാലികും ഹുക്മുല്ലാഹി അൽ മുംതഹിന ഹാദാ ഹുക്മുല്ലാഹി. പിന്നെ അത് വരുന്നില്ല റൈബ ഫീഹി അൽ ബഖറ. കണ്ടോ? അപ്പൊ ഇമാമിങ്ങൾ ഒരു വിഷയം തെളിവിന് പറയുമ്പോ അപ്പുറം ഇപ്പുറമൊക്കെ മുറിച്ച് പറയും. ഞങ്ങൾ ഈ ഇമാമിങ്ങളെ കിതാബ് നോക്കിയിട്ടാ തെളിവ് പറഞ്ഞു പഠിച്ചത്. നിങ്ങളെപ്പോലെ മറ്റേ മൗലവി എഴുതി തരുന്നത് നോക്കി പഠിച്ചതല്ല കേട്ടോ. അപ്പൊ ബുഖാരി കത്തറ, നാം ബുഖാരി കള്ളനാ? നാം ബുഖാരി കത്തറാണോ? മൗലവിമാർ പറയണം ഇവിടെ. നിങ്ങൾ കാണുന്ന മഹാന്മാരെ മുഴുവൻ ചീത്ത പറഞ്ഞു. നിങ്ങൾ എന്നെ പറഞ്ഞു, നിങ്ങൾ എന്നെ പറഞ്ഞ എനിക്ക് പ്രശ്നമല്ല. ഞാനിത് പണ്ടാര പറഞ്ഞ പോലെ അടി കിട്ടാതിനുള്ള ചണ്ടിയാണ്. പക്ഷേ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, എന്തിന് നിങ്ങൾ കാട്ടുമുറിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഹാലിളകിയത്? ഇനി നിങ്ങൾക്ക് കാണണോ? ഞങ്ങളെ ഇമാമിങ്ങളെ പോട്ടെ, നിങ്ങളെ ബുക്ക് വായിക്കാം. നിങ്ങളെ ബുക്ക്, നിങ്ങളെ പിന്നിൽ ഇരുന്നില്ലേ ഒരു താടിക്കാരൻ സക്കരിയ സലാഹി? അയാൾ ഇറക്കിയ ബുക്കല്ലേ ഇത്? ഇതിൽ കഷ്ണം കഷ്ണമായിട്ട് നോക്കൂ. നിങ്ങളെ പിന്നിലിരുന്ന താടിക്കാരൻ്റെ താടിക്കാരൻ ഞാൻ പറഞ്ഞു, താടി നിർത്തുന്നു എനിക്കൊണ്ട് താടി. പക്ഷേ ഇത് താടി ഒറിജിനൽ താടിയല്ല, പറ്റിക്കാനുള്ള താടിയാണ്. അതുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് സാധനോ നോക്കൂ. ആയത്ത് കഷ്ണം കഷ്ണം പറ്റുമോ? ആദ്യ ഭാഗണ്ടോ അവസാന ഭാഗണ്ടോ? മുറിക്കാൻ പറ്റുമോ? പറ മൗലവിമാരെ മറുപടി. ഇനി ഞാൻ സെലഫിന്റെ നാവ് കൊണ്ട് എന്റെ മുന്നിൽ ഏത്തടിക്കാൻ പോവാണ്. ആ കേട്ടോളി, സെലഫി സമ്മതിക്കുന്നു, ഞാനും മുറിച്ച് ഓതിയിട്ടുണ്ട്. ഞാൻ വിശദീകരിച്ചപ്പോ ആയത്തോതിയിട്ട് പറഞ്ഞിരുന്നു. ഞാൻ വിശദീകരിച്ചപ്പോ ആയത്തോതിയിട്ട് പറഞ്ഞിരുന്നു. കണ്ടോ? ലാത്തഹുസിനത്തും വലാനവും എന്ന് ഓതിയിട്ട് ഞാനും വിശദീകരിച്ചപ്പോ പറഞ്ഞിരുന്നു. അതിന്റെ ആദ്യ ഭാഗം ഓതിയോ അവസാന ഭാഗം ഓതിയോ? കത്തോ മുറിച്ചോ? സമ്മതിക്കും. ഒന്നുകൂടി വെക്കണം, സമ്മതിക്കാം. ഞാൻ വിശദീകരിച്ചപ്പോ സിനത്തും വലാലവും ആയത്തോതിയിട്ട് പറഞ്ഞിരുന്നു. ഞാൻ വിശദീകരിച്ചപ്പോ സിനത്തും വലാലവും ആയത്തോതിയിട്ട് പറഞ്ഞിരുന്നു. ഇനി എന്ത് ചോദിക്കണോ? പണ്ടത്തെ ചോദ്യം എന്താ ചോദിക്കേണ്ടത്? ഇനി കഴിഞ്ഞില്ല, ഇനി ബാക്കി വരട്ടെ, അയാളെ കണ്ണൂർ വരട്ടെ. ബാക്കി ഞാൻ അങ്ങനെ പറയാൻ കാരണം, ആദ്യ ഭാഗം ഓതിയാൽ ഇയാൾ പറയുന്നതിന് എതിരാണ്. ഇയാൾ പറഞ്ഞ എന്താണ്? പെണ്ണിന്റെ വീട്ടുകാർ തൃപ്തിപ്പെട്ട് വല്ല മുതലും തന്ന സ്ത്രീധനായിട്ട് നമുക്ക് വാങ്ങാന്നില്ല തെളിവോതിയത്. ആയത്തിൽ പറയുന്ന വിഷയം എന്താ? തുടക്കത്തിൽ അതാ പറയുന്നത്. ആയത്ത് കണ്ട നിങ്ങൾ? ആയത്ത് ഫുൾ ഓടിത്തരാം. പേരോടെ നിങ്ങൾ ഇവിടെ മരിയാന്നല്ലേ ഓതിയത്? പാച്ചക്കള്ളം ഞാനങ്ങനെ ഓതിയിട്ടേ ഇല്ല. ഞാനങ്ങനെ ഓതിയിട്ടേ ഇല്ല. അങ്ങനെ ഞാൻ ഓതിയത് ഫൈൻ തിബിനലക്കും എന്നതിനോട് ചേർത്തുകൊണ്ട് എന്ന് ഞാൻ തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ വെച്ചെന്നല്ല, എന്റെ ജീവിതത്തിൽ ഓതിയിട്ടില്ല. ഓതിയതായി തെളിയിച്ചാൽ മൗലവിക്ക് മാലയിട്ട് തരും. പാച്ചക്കള്ളം പറയുന്നത് അത് അവർക്ക് വന്നിട്ട് മഹർ കൊടുക്കുന്ന കാര്യം ഞാൻ ആദ്യം പറഞ്ഞു. എന്നിട്ട് അതിന്റെ ശേഷം പിന്നെ ഫൈൻ തിബിനലക്കും എന്ന ആയത്ത് തെളിവ് ധരിച്ചു. ഫൈൻ തിബിനലക്കും എന്നതിന് ശേഷം മിൻ സൈൻ എന്നാണോ അൻസൈൻ എന്നാണോ എനിക്കൊരു സംശയം വന്നു സ്റ്റേജിൽ. ഞാൻ അടുത്തുള്ള ഉസ്താദിനോട് ചോദിച്ചു, മിൻ സൈന എന്ന് ചോദിച്ചു. അപ്പൊ മൂപ്പര് പാവോണ്ട് പറഞ്ഞു അൻസൈൻ. അത് അവിടെയുള്ളവർക്ക് കേൾക്കുകയും ചെയ്തു. ആ ചോദിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാം. സഹോദരന്മാരെ, അവർ സ്ത്രീധനത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതേസമയം ഖുർആനെതിരെ നമ്മൾ മസ്കരിക്കല്ല. ഖുർആൻ അള്ളാഹു പറഞ്ഞാൽ ഫൈൻ തിബിനലക്കും. ആ സ്ത്രീകൾ നിങ്ങൾക്ക്
നല്ല സന്തോഷത്തോടെ വല്ലതും തന്നാൽ ഫയംസിമിനലക്കും വല്ലതും നിങ്ങൾക്ക് സന്തോഷത്തോടെ തന്നാൽ അത് സന്തോഷത്തോടെ വാങ്ങി നിങ്ങൾ കഴിച്ചോളൂ, ഉപയോഗിച്ചോളൂ. ഇത് ഖുർആനിൽ അല്ലാഹു പറഞ്ഞതാണ്. ഖുർആനിൽ സന്തോഷത്തോടെ സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് വല്ലതും തന്നാൽ വാങ്ങിക്കോളൂ എന്ന് ഖുർആൻ പറയുമ്പോൾ അത് വാങ്ങൽ ഹറാമാണ് എന്നൊരു മസ്അല പറയണമെങ്കിൽ ക്രിസ്ത്യാനികളുടെ പാതിരിമാരെ പോലെ സ്വന്തം മതമുണ്ടാക്കാൻ അധികാരമുണ്ടെന്ന് വിശ്വസിക്കുന്ന പുരോഹിത വർഗത്തിന് കഴിയും. പേരോടെ നിങ്ങൾ ഇവിടെ മരിയാന്നല്ലേ ഓതിയത്? പേരോടെ നിങ്ങൾ ഇവിടെ മരിയാന്നല്ലേ ഓതിയത്? ഞാൻ അങ്ങനെ ഓതിയിട്ടേ ഇല്ല. പച്ചക്കള്ളം. മാത്രല്ല അത് സ്ത്രീധനം, പെണ്ണുങ്ങളെ വാപ്പിന്ന് സ്ത്രീധനം തന്നാ വാങ്ങി തിന്നോളാനല്ല പേരോടെ, പഠിക്കണം. ആയത്ത് നിങ്ങൾ കട്ടതല്ലേ തുടക്കത്തിലല്ല പറയുന്നത് വാത്തുന്നിസാ, പെണ്ണുങ്ങൾക്ക് നിങ്ങൾ അങ്ങോട്ട് കൊടുക്കണം. ആണുങ്ങളെ സ്വദഖാതിഹിന്ന നിഹ്ല, മനസ്സറിഞ്ഞ് തൃപ്തിപ്പെട്ടുകൊണ്ട് നല്ല നിലക്ക് നിങ്ങൾ അവർക്ക് മഹർ കൊടുക്കണേ എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടല്ല പറയാണ്. അങ്ങനെ നിങ്ങളെ പെണ്ണുങ്ങൾക്ക് മനസ്സറിഞ്ഞ് കൊടുത്ത മഹറിൽ നിന്ന് വല്ലതും അവര് നിങ്ങൾക്ക് പൊരുത്തപ്പെട്ട് പിന്നീട് തന്നാൽ നിങ്ങൾ തിന്നോ, നിങ്ങൾ സ്വീകരിച്ചോ എന്നല്ലേ അല്ലാഹു തആല പറഞ്ഞത്? പച്ചക്കള്ളം. പിന്നീട് തന്നാലും സ്വീകരിച്ചോ എന്നാണോ ആയത്തിന്റെ വായന? ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയും ജവാസു ഹിബതിഹാ വമിൻഹാ ജവാസു ഹിബതിഹാ അൽ മഹ്റ ഖബ്ല അൽ ഖബ്ദി, അങ്ങോട്ട് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവൾക്ക് സൗജന്യമായി കൊടുക്കാം എന്ന് ഈ ആയത്ത് പഠിപ്പിക്കുന്നു. കൊടുത്തതിന്റെ ശേഷം എന്ന് ആയത്ത് പഠിപ്പിക്കുന്നില്ല. ശേഷവും പറ്റും, മുമ്പും പറ്റും. അയാളെ സ്വന്തം വകയിൽ വ്യാഖ്യാനം ഉണ്ടാക്കിയതാണ്. തഫ്സീർ റാസിയിൽ പറഞ്ഞാൽ ഞാൻ നോക്കി വായിക്കുന്നു. നോക്കിക്കോളൂ, തഫ്സീർ റാസിയിലില്ലേ? ബാക്കി അത് ആദ്യ ഭാഗം കട്ടിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞു? സ്വതക്കം അവർക്ക് മഹർ കൊടുക്കണം എന്ന് പറയുന്ന ആയത്തിന് കട്ടു. ഞാൻ കട്ടിട്ടില്ല. ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഫൈൻസിബിനലക്കും എന്നത് മാത്രമേ തെളിവിന് ഓതിയിട്ടുള്ളൂ. മഹർ കൊടുക്കണം എന്നത് വ്യക്തമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. പച്ചക്കള്ളം പറയാം. ബാക്കി എന്നിട്ട് വായിച്ചതും തെറ്റിയിട്ടില്ല. എന്നിട്ട് പെണ്ണുങ്ങളെ ഭാഗത്ത് നിന്ന് നമുക്ക് വരുത്തപ്പെട്ട് വല്ലതും തന്നാ തിന്നോളാനാണ് അല്ലാഹു പറഞ്ഞിരിക്കുന്നത് എന്ന് തെളിവും ഓതിയില്ലേ? ഓതിയിട്ടുണ്ട്. കാരണം അങ്ങനെയാണ് ആയത്തിന്റെ അർത്ഥം. ആ ആയത്തിന്റെ അർത്ഥം എല്ലാ മുഫസ്സിരീങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഖുർത്തുബി വായിക്കുന്നു. ഇമാം ഖുർത്തുബി തഫ്സീറിൽ പറയുന്നു, റസൂലുള്ളാഹി പറഞ്ഞ തഫ്സീർ എന്നെക്കാളും വലിയ സെൽഫുണ്ടോ? കേട്ടോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തിന്റെ തഫ്സീർ أنه سئل عن هذه الآية فإن طبن لكم عن شيء منه نفسا فكلوه എന്ന ആയത്തിനെ സംബന്ധിച്ച് നബിയോട് ചോദിക്കപ്പെട്ടു. فقال رسول الله صلى الله عليه وسلم പറഞ്ഞു إذا جادت لزوجها, ഭാര്യ ഭർത്താവിന് കൊടുത്താൽ ബിൽ അസിയ്യതി, എന്തെങ്കിലും കൊടുക്കുന്ന സംഗതി കൊടുത്താൽ ഫായിഅതൻ, അവളെ നിർബന്ധിക്കപ്പെടാതെ, അഥവാ അവളിൽ നിന്ന് പിടിച്ചെടുത്തതല്ല, അവൾ സ്വമേധയാ പൊരുത്തപ്പെട്ട് കൊടുത്താൽ, വൈറമുക്റഹത്തിൻ, അവിടെ നിർബന്ധിക്കപ്പെട്ടതല്ല, പിടിച്ചു പറിച്ചെടുത്തതല്ല, ലാ യഖ്ലീ ബിഹി അലൈക്കും സുൽത്താനുൻ, ആ ഭാര്യ കൊടുത്തത് വാങ്ങിയതിന്റെ പേരിൽ ഒരു മുസ്ലിം ഭരണാധികാരിയും അതിനെതിരായി തെറ്റാണെന്ന് വിധിക്കില്ല. വലാ യുആഖിദുകുമുല്ലാഹു തആല ബിഹി ഫിൽ ആഖിറ, ആഖിറത്തിൽ ഭാര്യമാര് പൊരുത്തപ്പെട്ട് കൊടുത്തത് വാങ്ങിയതിന്റെ പേരിൽ അല്ലാഹുവും പിടികൂടുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ തഫ്സീർ ഇമാം ഖുർത്തുബി തഫ്സീറിന്റെ 20-ാം വാല്യം അതിന്റെ 5-ാം വാല്യം 20-ാമത്തെ പേജിൽ രേഖപ്പെടുത്തുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ തഫ്സീറാണ് ഞാൻ പറഞ്ഞത്. മൗലവി എവിടുന്നാ തഫ്സീർ പഠിച്ചത്? ആ ബാക്കി പടച്ചറപ്പിന്റെ കോടതിയിൽ നിങ്ങളെ വിടുമോ? എന്നെ കോടതിയിൽ വിടും. വിടാത്തത് മൗലവിയെ, കേട്ടോ? മൗലവിയെ ദുന്യാവിലെ കോടതിയിലും വിടൂല, ആഖിറത്തിലെ കോടതിയിലും വിടൂല, കേട്ടോ? ഈ ജനങ്ങളെ മുഴുവനും മനസ്സിൽ കോടതിയാ. നിങ്ങൾ എല്ലാവരുടെയും മുമ്പിൽ പ്രതിയാണ്. പാറ്റക്കള്ളം എന്ന് പറഞ്ഞു. ഇനി
കേട്ടോളെ, ഞാൻ നേരത്തെ വായിച്ചില്ലേ റൂഹുൽ മആനി, സുറൈഹുൽ ഖാദിന്റെ കോടതിയിൽ വന്നിട്ട് ഞാൻ ഓതിയ അതേ ആയത്ത് ഓതിയില്ലേ? എന്നിട്ടോ തെളിവാക്കി പറഞ്ഞിട്ട് മഹാനവറുകൾ അംഗീകരിച്ചില്ലേ? ഞാൻ ഓതിയില്ലേ? ഇനി ഞങ്ങൾക്ക് കേൾക്കണോ? അലി ഇബ്നു അബി താലിബിന്റെ തഫ്സീർ, ഇബ്നു കസീർ, അലി ഇബ്നു അബി താലിബിന്റെ തഫ്സീർ. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇദസ്തക അഹദുകും ശൈഅൻ, മഹറൊന്നല്ലേ, ശരിക്കും മനസ്സിലായിക്കോ, മഹറൊന്നല്ല വാങ്ങുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു രോഗം വന്നാൽ ഫല്യസ്അൽ ഇംറഅതഹു സലാസത ദറാഹിമ, ഭാര്യനോട് ഒരു 3 ഉറുപ്പിക വാങ്ങിച്ചോളി. അലി ഇബ്നു അബി താലിബ് ചികിത്സ പറയാം, ഭാര്യയോട് ഒരു 3 ഉറുപ്പിക നിങ്ങൾക്ക് വാങ്ങിക്കോ. അവനഹദാലിക്ക് അല്ലെങ്കിൽ അതുപോലത്തെ ഒരു സംഖ്യ. അതുകൊണ്ട് തേന് വാങ്ങി 3 ഉറുപ്പിക ഉണ്ട്, നിങ്ങളെ കീശയിലെ 3 ഉറുപ്പിക എടുക്കണ്ട, ഭാര്യനോട് ഒരു 3 ഉറുപ്പിക വാങ്ങി. അതുകൊണ്ട് തേന് വാങ്ങി. തുമ്മല്ലേക്കുന്ന മാസമായി, എന്നിട്ട് മഴന്റെ വെള്ളം ഒഴിച്ചിരുന്നു. എന്നിട്ട് ഹനിയം മരിയൻ ശിഫാം മുബാറക്ക, അപ്പൊ അത് ഹനിയും മരിയും ശിഫാവും മുബാറക്കായിട്ടുള്ള രോഗം അങ്ങ് മാറും. അത്തേന് നിങ്ങൾ കഴിച്ചാൽ. അപ്പൊ ഭാര്യനോട് 3 ദിർഹം പൊരുത്തപ്പെട്ടിങ്ങ് വാങ്ങിക്കോന്ന് ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ, അലി ഇബ്നു അബി താലിബിന്റെ തഫ്സീർ. അപ്പൊ ഭാര്യയിൽ നിന്ന് മഹർ കൊടുത്തതിൽ നിന്ന് വാങ്ങുന്നത് മാത്രമാണോ? അല്ല, ഭാര്യ പൊരുത്തപ്പെട്ട് കൊടുക്കുന്ന എല്ലാം ഇതിൽപ്പെട്ടു. ഇനി എന്താ വേണ്ടത്? ഈ മൗലവിന്റെ വയറ്റിൽ എന്തോ കുടുങ്ങിയിട്ടില്ലേ? അതുകൊണ്ട് നമ്മളൊരു പിഞ്ഞാണേറ്റ് എഴുതി കൊടുക്കാൻ പോവുകയാണ് മൗലവി. പിന്നെ ഒരു ഏറ്റി എഴുതി കുടിപ്പിക്കുകയാണ് മൗലവിനെ. ഇബ്നു കസീറിന് ഒരു എഴുത്തി ഈ ആയതുകൊണ്ട് ഇനി എഴുതുന്നത്. ഇബ്നു കസീറിന്റെ വാല്യം 2 577 പേജ്. എന്റെ ചെരുപ്പും പെറുക്കി നടന്നാൽ മതിയോ? ചെരുപ്പും പെറുക്കി നടന്നാൽ മതിയോ ഈ മൗലവിമാര് കിതാബോധാതെ? കേട്ടോ, 577 പിഞ്ഞാണേറ്റാണ്, ശരിക്കും മനസ്സിലായി. وروينا عن أمير المؤمنين علي بن أبي طالب رضي الله عنه, علي بن أبي طالب رضي الله عنه റിപ്പോർട്ട് ഉണ്ട്, أنه قال, علي بن أبي طالب رضي الله عنه പറഞ്ഞു, إذا أراد أحدكم الشفاء, നിങ്ങൾ ആരെങ്കിലും രോഗം സുഖപ്പെടണമെന്ന് ഉദ്ദേശിച്ചാൽ فليكتب آية من كتاب الله في صحفة, നിങ്ങൾ ഒരു തളികയിലോ മറ്റോ നിങ്ങൾ ഒരു ആയത്തോ എഴുതണം. ഞാൻ പിഞ്ഞാണ് എഴുതി കുറിപ്പിക്കാൻ പോവാണ് മൗലവിനെ. മൗലവിമാർ പിഞ്ഞാണ് എഴുതി പറ്റൂലല്ലോ, മന്ത്രം പറ്റൂലല്ലോ. എല്ലാ മൗലവിമാർക്കും സൂക്കാടാണ്, എല്ലാത്തിനും മന്ത്രിക്കുമ്പോഴും പിഞ്ഞാണ് എഴുതുമ്പോൾ. ശരിക്കും മനസ്സിലായി. അങ്ങനെ നിങ്ങൾ ഒരു തളികയിലോ ഒരു വസ്തുവിലോ നിങ്ങൾ ഒരു ആയത്ത് എഴുതുക. വലിയ സമായി, എന്നിട്ട് നിങ്ങൾ വെള്ളം, മഴവെള്ളം കൊണ്ട് അതൊന്ന് കഴുകുക. വലിയ ഭാര്യയിൽ നിന്ന് പൊരുത്തത്തോടെ 1 ഉറുപ്യ വാങ്ങുക. സന്തോഷത്തോടെ 1 ഉറുപ്യ വാങ്ങുക. എന്നിട്ട് അതുകൊണ്ട് കുറച്ച് തേന് വാങ്ങുക. എന്നിട്ട് അത്തേന് കുടിക്കുക. അങ്ങനെ അതുകൊണ്ട് രോഗം മാറുന്നതാണ്. അലി ഇബ്നു അബി താലിബ് റിപ്പോർട്ട്. അതെങ്ങനെ ഇങ്ങനെ ചെയ്താൽ രോഗം മാറി എങ്ങനെ? അതിന് അലി ഇബ്നു അബി താലിബ് ആയത്ത് തെളിവ് അറിയാൻ പോവാൻ. ആയത്താ തെളിവ്. അലി ഇബ്നു അബി താലിബ് അല്ലാഹു തആല അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൻ. ആയത്ത് എഴുതണമെന്നല്ലേ പറഞ്ഞത്? അല്ലാഹു തആല ഖുർആനിൽ നിന്ന് ഇറക്കുന്നത് ശിഫാ ആണ്, ഖുർആനിലുണ്ട്. അതുകൊണ്ട് ആയത്ത് എഴുതി കുടിച്ചാൽ ശിഫ ഉണ്ടാവുന്നു ഒരു തെളിവ്. 2 വഖാല ഫിൽ അസലി, തേനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, ഫീ ശിഫാഉൻ ലിന്നാസ്, അതിന് തേനിലെന്തുണ്ട്? രോഗത്തിന് ശമനമുണ്ട്. മൗലവി കേൾക്കണ്ട, അലി ഇബ്നു അബി താലിബ് ആയത്ത് കട്ടൂന്നറിയും, മുറിച്ചു കട്ടൂന്നറിയും. അലി ഇബ്നു അബി താലിബ് ഫീ ശിഫാഉൻ ലിന്നാസ് ആയത്തോടാണ് എന്തിന്? തേന് കുടിക്കുന്നതിന് തെളിവ്. 3-മത്തത് മൗലവി ശരിക്കും കേട്ടോ. 3-മത്തത് എന്താ? വഖാല, അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, ഫൈൻ തിബ്ന ലക്കും عن شيء منه نفسا فكلوه هنيئا مريئا. അപ്പൊ ഈ ആയത്തിൽ അള്ളാഹ് പറഞ്ഞല്ലോ, ഭാര്യയിൽ നിന്ന് പൊരുത്തപ്പെട്ട് കിട്ടുന്നത് സന്തോഷത്തോടെ തിന്നോ, ബറക്കത്തുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഭാര്യയിൽ നിന്നൊരു ദിർഹം വാങ്ങി, തേന് വാങ്ങി, അതിന് മഴവെള്ളവും ചേർത്ത് കുടിച്ചാൽ രോഗം മാറുമെന്ന് ഈ ആയത്ത് തെളിവായി അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. അതുകൊണ്ട് അവസാനമായി ഇക്കാര്യത്തിൽ മൗലവിക്ക് ഒരു പിഞ്ഞാണമെഴുത്തും കൂടി എഴുതി കൊടുക്കുകയാണ് അലി ഇബ്നു അബി താലിബ്. കാരണം ഈ മൗലവിമാർക്ക് വിവരമില്ല. റഹ്മത്തുൽ ആലമീൻ ഞാൻ ഓതിപ്പോയോ? ഇനിയിപ്പോൾ അതായിരിക്കും വലിയ വിഷയം.
ഒന്ന് നോക്കണം. ഇനിയിപ്പോ അതായിരിക്കും എന്റെ നാക്കിൽ എന്തെങ്കിലും പിഴവ് വന്നോന്നാ പിന്നെ കാര്യമായിട്ട് നോക്കുക. എന്താണ് സഹോദരന്മാരെ, ഇനി ഞാൻ നിർത്തുകയാണ്. ഒരു കാര്യം നിങ്ങളോട് ശ്രദ്ധപ്പെട്ടാണ്. മൗലവി പോലീസ് സ്റ്റേഷനിൽ കത്തുക, അത് ഭയങ്കര സങ്കടം. പോലീസ് സ്റ്റേഷനിൽ കത്തുക എന്ന് പറഞ്ഞാൽ കക്കുമ്പോ പിടിച്ചോണ്ട് പോയാക്കുന്ന സ്ഥലയിലേക്ക് പോലീസ് സ്റ്റേഷൻ, അവിടുന്ന് കാട്ടാ പോലീസ് സ്റ്റേഷനിൽ പോക്കറ്റ് അടിച്ചാലോ? അതെന്താ ബാക്കി വെക്കും മൗലവിന്റെ. ദുന്യാവിൽ നിങ്ങൾക്ക് വാചാലതയോടുകൂടി കുഞ്ഞാടുകളെ കൊണ്ട് തക്ബീർ വിളിപ്പിക്കുമ്പോ നിങ്ങളെ നാവിന് നാളെ ആഖിറത്തിൽ സീല് വെക്കുമ്പോ അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ അയ്ദീഹിം, അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളെ വായക്ക് സീല് വെക്കും. സഹോദരന്മാരെ ശരിക്കും മനസ്സിലാക്കണം. വതുകല്ലിമുനാ അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം എന്ന് പറഞ്ഞാൽ നിങ്ങളെ വായക്ക് സീല് വെക്കുന്നതാണോ? ഹും എന്ന ദമീർ നിങ്ങൾ എവിടെയാ അർത്ഥം? തുകല്ലിമുനാ അയ്ദീഹിം അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം. ഹിം എന്ന് പറഞ്ഞാൽ നിങ്ങൾ, അത് എവിടെയാണ് അർത്ഥം? ഹിം എന്നതിന് നിങ്ങൾ. അപ്പോ ഹും എന്നതിന് നിങ്ങൾ അർത്ഥം വെച്ചു. അർത്ഥം വെച്ചത് തെറ്റ്. മറ്റൊന്ന് ആയത്തിന്റെ ആദ്യ ഭാഗം കട്ടു. അതാ ഞാൻ പറഞ്ഞത്. എന്നോട് വയലു പറയുമ്പോൾ ആയത്ത് കക്കാണ്. എന്നോട് വയലു പറയുമ്പോൾ ആയത്ത് കട്ട്. അല്ലയോ മനസ്സിലാക്കുവായി അതിന്റെ മേലെന്താണുള്ളത് നോക്കണം നിങ്ങൾ. മുജ്രിമീങ്ങളെ പറ്റിയാ പറഞ്ഞത്, വേറൊന്നെ കുറിച്ചല്ല. വംതാദുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ അലം അഹദി ഇലൈക്കും യാ ബനി ആദം എന്ന് പറഞ്ഞിട്ട് ആ ആളുകളെ പറ്റി പറയണം. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, ആ മുജ്രിമീങ്ങളുടെ നാവിന് സീല് വെക്കും. അതിന് മൗലവി ചർച്ച നിങ്ങളെ നാവിന് സീല് വെക്കും. അപ്പൊ കണ്ടോ, അപ്പൊ ഈ സമയത്തും കക്കാനായിട്ട് അപ്പോഴും അർത്ഥം മാറ്റി പറയാണ്. ഇനി നിങ്ങൾക്കൊന്ന് കേൾക്കണോ? നേരത്തെ ഞാൻ ഒരാഴ്ച ബുഖാരിന് കേൾപ്പിച്ചില്ലേ? അവിടെ നടത്തിയ പാച്ചക്കള്ളം അത് വെക്കും. ബുഖാരി ഇമാമിന്റെ കിതാബ് തന്നെ കാണാം. നിങ്ങളെപ്പറ്റി ഒരു വാചകം പറയുന്നുണ്ട്. എന്ത്? സൂറത്തുൻ നിസായിലെ 46-ാമത്തെ ആയത്ത് പറഞ്ഞുകൊണ്ട് യുഹരിഫൂന, വേദഗ്രന്ഥത്തിൽ തിരിമറി നടത്തുന്ന ആൾക്കാരെ കുറിച്ച് പറയുമ്പോ അതിന്റെ ഉദ്ദേശമായിട്ട് മഹാനവറുകൾ പറയുന്നുണ്ട്, യതഅവ്വലൂനഹു അൻ ഗൈരി തഅ്വീലിഹി, യഥാർത്ഥ വ്യാഖ്യാനത്തിൽ നിന്ന് തെറ്റിച്ചുകൊണ്ട് ആയത്തേക്ക് വ്യാഖ്യാനം പറയൽ ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നു. സഹോദരന്മാരെ, ഇതാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ബുഖാരി കട്ടതാണ്. ബുഖാരി എന്റെ കയ്യിലുണ്ട്. ബുഖാരി വെക്കുമോ? ബുഖാരി നോക്ക്. യുഹരിഫൂന കഴിഞ്ഞിട്ട് പിന്നെ എന്താ ഉള്ളത് നോക്ക്. യുഹരിഫൂന അന്നിസാ യുസീലൂന വലൈസ അഹദുൻ യുസീലു ലഫ്ള കിതാബിൻ മിൻ കുതുബില്ലാഹി അസ്സ വജല്ല വലാകിന്നഹും യുഹരിഫൂനഹു. അത് കഴിഞ്ഞിട്ടാണ് യതഅവ്വലുഹു അൻ ഗൈരി തഅ്വീലിഹി. ഇവിടെ എന്ത് ചെയ്തു? ഇവിടെ അത് ബുഖാരി മുഴുവനും കട്ടു. ഇനി അതിന്റെ അർത്ഥം വെച്ചതോ നിങ്ങളെ കൊണ്ടാ പറഞ്ഞത്. നേരെ കൊണ്ട് പേരോടെ കൊണ്ടാ പറഞ്ഞത്, യഹൂദികളെ കൊണ്ടാ പറഞ്ഞത്. യഹൂദികളെ കൊണ്ട് പറഞ്ഞ ആയത്ത് പേരോടിനെ കൊണ്ടാണെന്ന് പാച്ചക്കള്ളം പറഞ്ഞു. മുജാഹിദിന്റെ പരിഭാഷ, ഖുർആൻ പരിഭാഷ എടുത്തു നോക്കൂ. ആയത്തിന്റെ ആദ്യ ഭാഗം നോക്കൂ. ആയത്തിന്റെ ആദ്യ അതാ നോക്കൂ. മിനല്ലദീന ഹാദു, യഹൂദികളായ കക്ഷികൾ. എന്നെ കൊണ്ടാ പറഞ്ഞത്? മിനല്ലദീന ഹാദു, യഹൂദികൾ. അത് നോക്കൂ. മുജാഹിദിന്റെ അമാനി മൗലവി, മുജാഹിദ് സെന്റർ എന്ന് പ്രസിദ്ധീകരിക്കുന്ന പരിഭാഷയിൽ അർത്ഥം വെച്ചു നോക്കൂ. ഖുർആൻ വിവരണം അമാനി മൗലവി, മുജാഹിദ് സെന്റർ. ഒരു കാരണം നോക്കൂ. യഹൂദന്മാരായവരിൽപ്പെട്ടവർ തന്നെ എന്നെ കൊണ്ടാ പറഞ്ഞാ ഉപരി പറഞ്ഞു. അപ്പൊ ആയത്ത് കട്ടു, ആയത്തിന്റെ അർത്ഥം കട്ടു. ഇനി അതിന്റെ തോടെ വെക്ക്, വ്യാഖ്യാനം വെക്ക്. അമാനി മൗലവിന്റെ വ്യാഖ്യാനം, മുജാഹിദിന്റെ വ്യാഖ്യാനം നോക്ക്. ആരെ പറ്റിയാ പറഞ്ഞു? വായിച്ച എന്താ ഉള്ളത്? യഹൂദികളെ ആരെ പറ്റി? യഹൂദികളെ പറ്റിയാണ് പറഞ്ഞത് മുജാഹിദിന്റെ പരിഭാഷ. എന്നിട്ട് നിങ്ങളെ കൊണ്ടാ പറഞ്ഞത്? ബുഖാരി കട്ടു, ആയത്ത് കട്ടു, അർത്ഥം മാറ്റി, അതിനപ്പുറവും ചെയ്തു. ഇനി ഞാൻ പറയട്ടെ, ശംസുൽ ഉലമാ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ അവറുകളെ, കന്യകുസ്താദ് അവറുകളെ, നിങ്ങളും നാദാവർക്ക് കത്തിട്ട് മൗലവിമാരെ പിടിച്ചു. ഇപ്പോൾ നിങ്ങളെ കുട്ടികളായ ഞങ്ങളും പിടിച്ചിരിക്കുന്നു. ഞങ്ങൾ മരിച്ചവർ കേൾക്കുന്നുള്ള അഭിപ്രായക്കാരാണ്. അതുകൊണ്ടാ വിളിച്ചു പറഞ്ഞു. ഞാൻ ഇവിടുന്ന് പറഞ്ഞു തൗഹീദ് എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് വിശ്വസിച്ച് അംഗീകരിക്കലാണ്. അതിന് ഞാൻ ബുഖാരിയിലെ ഹദീസ് ഉദ്ധരിച്ചു, ഇബ്നു അസ്കലാനിന്റെ കിതാബ് ഉദ്ധരിച്ചു. അതിന് മറുപടി പറയാൻ കഴിയാത്ത മൗലവി വന്നിട്ട് പറയാം, മുസ്ലിയാര് പറയുന്നത് കിതാബ് തൗഹീദിലുണ്ടെന്നാ, അത് ഞങ്ങളും കണ്ടു തന്നെയാണ്.
അതുകൊണ്ട് മറുപടി ആവോ? ഞാൻ പറഞ്ഞതുണ്ടോ ഇല്ലേ, ആ കിതാബിലുണ്ടോ ഇല്ലേ, രണ്ടിലൊന്ന് പറയണോ? മൗലവിമാരോട് ചോദ്യം ചോദിച്ചാൽ മറുപടിയാ. അത് ഞങ്ങളും കണ്ടിരിക്കുന്നു, നിങ്ങൾ കണ്ടിരിക്കുന്നത് മറുപടിയാവോ? ഒരാളോട് ചോദിച്ചു ചോറോ കഞ്ഞിയോ, ചൊറിഞ്ഞി. ചോറോ കഞ്ഞിയെന്ന് വെച്ചാൽ നിങ്ങൾ ചോറല്ലേ കഞ്ഞി എന്ന് പറയേ, ചൊറിഞ്ഞി എന്ന് പറഞ്ഞാൽ മറുപടിയാവും? മറുപടി പറയണം മൗലവിമാരെ. ആ വെറുതെ വന്നിട്ട് ഇമ്പാച്ച് കാട്ടി പോയാ പിന്നെ മൂപ്പർ പറയാ പേരോട് പറയുന്നത് കഫറൂബി റബ്ബിഹിം, മക്കാ മുശ്രിക്കീങ്ങൾ അള്ളാഹുവിനെ നിഷേധിച്ചു, അള്ളാഹുവിൽ അവിശ്വസിച്ചു എന്ന് പേരോട് പറയുന്നു. അങ്ങനെ ഖുർആനിലില്ലേ? അവിശ്വസിച്ചു എന്ന് ഖുർആനിലില്ലേ? എടുക്ക് നിങ്ങളെ പരിഭാഷ, മുജാഹിദിന്റെ പരിഭാഷ. എന്താ ഖുർആനിലുള്ളത്? പാച്ചക്കള്ളം എന്ന് പറയേ ഇസ്ലാമിനെതിരെ നിങ്ങളെ മുജാഹിദിന്റെ പരിഭാഷ എടുത്തു വായി. എന്താ ഇതിലുള്ളത്? വായിച്ചട്ടെ. ഉലൈകല്ലദീന കഫറൂ ബിറബ്ബിഹിം, എന്താ അർത്ഥം? അക്കൂട്ടർ അവരുടെ തങ്ങളുടെ റബ്ബിൽ അവിശ്വസിച്ചവരത്രേ. മക്കാ മുശ്രിക്കുകൾ റബ്ബിൽ അവിശ്വസിച്ചവരത്രേ. ഖുർആന് നിങ്ങൾ പറഞ്ഞ അർത്ഥമല്ലേ ഞാൻ പറഞ്ഞത്? പേരോട് പറയുമ്പോഴേക്ക് അത് ഇസ്ലാം അല്ലാന്നോ? ഖുർആനിലുള്ളതില്ലേ അത്? മൗലവി അതെ ഞാൻ ചോദിച്ചു, എന്തും മാറ്റിലാക്കിയിട്ടാ വന്നത്? ഇനി വേറൊരായത്ത് സഹോദരന്മാർ മനസ്സിലാക്കണം. ഉലൈകല്ലദീന കഫറൂ ബിറബ്ബിഹിം ഒരായത്ത്. ഇനി വേറൊരായത്ത് മറ്റേ ആയത്ത് എന്താ പറഞ്ഞത്? നിന്നെ നാം റസൂലായി അയച്ചിരിക്കുന്നു, നിനക്കു നാം വഹിയു സന്ദേശം നൽകിയതിനെ നീ അവർക്ക് ഓതി കേൾപ്പിക്കുവാൻ വേണ്ടി അവരാകട്ടെ പരമകാരുണികനിൽ അവിശ്വസിക്കുകയും ചെയ്യുന്നു, റഹ്മാനിൽ അവിശ്വസിക്കുന്നു. യക്ഫുറൂന ബിർറഹ്മാൻ. ഇത് ഞാൻ പറഞ്ഞപ്പോ തെളിവല്ല പോലും, നിങ്ങളെ പരിഭാഷയിലുള്ളതിന്. ഇനി സഹോദരന്മാരെ നിങ്ങൾ ഓർക്കണം, നിഷേധിച്ചു എന്ന് വേണോ ഉമർ മൗലവിന്റെ പരിഭാഷ? അതിൽ ശരിക്കും നിഷേധിച്ചു തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് മൗലവി നേരെ തിരിച്ചു ഉരുട്ടാണ്. കിതാബ് തൗഹീദിലുണ്ട് വലാ തജഅലുല്ലാഹി അൻദാദൻ. പിന്നെന്താ ഉള്ളത്? വമാ യുമിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. പിന്നെന്താ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ മൗലവി വെച്ചതറിയോ? അവിടെ ഇമാം ബുഖാരി പറയുന്നുണ്ട് എന്ത് ഫദാലിക ഈമാനുഹും വഹും യഅബുദൂന ഗൈറഹു. അതിന് മൗലവി പറയാ അപ്പൊ അവർ ഈമാനുള്ളവരായിരുന്നു എന്നതിന്റെ അർത്ഥം. സുബ്ഹാനല്ലാഹ്. നേരെ തലതിരിച്ച് അത് ഇമാം ബുഖാരി കൊണ്ടുവന്ന എന്തിനാ? അവര് മുഅ്മിനീങ്ങളല്ല എന്ന് പറയാനാ. അവര് മുഅ്മിനീങ്ങളല്ല, അവര് ആരാ? ആകാശം ഭൂമി പഠിച്ചാൽ നിൽക്കുമ്പോ അല്ലാഹ്. എന്നിട്ടോ അള്ളാഹ്ക്ക് കൂറുകാരുണ്ട് എന്ന് ബാധിക്കുകയും ചെയ്യും. അപ്പൊ ഇവർ അള്ളാഹുവിൽ വിശ്വസിച്ചവരാണോ? അല്ല. കാരണം കൂറുകാരനുള്ള ഒരു അള്ള ഇല്ലല്ലോ. കൂറുകാരനുള്ള ഒരു അള്ളുണ്ടോ? ഇല്ല. അപ്പൊ ഉള്ള അള്ളാഹുവിൽ അവർ വിശ്വസിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് അവർ യഥാർത്ഥത്തിൽ വിശ്വസിച്ചവരല്ലാന്ന അതിന്റെ മഹന. അപ്പൊ പിന്നെ ദാരിക ഈമാനുഹും എന്ന് പറഞ്ഞതോ? ദാരിക ഈമാനു അതാ അവരെ ഈമാന് എന്ന് പറഞ്ഞാൽ അത് ഈമാനല്ല. ഏതുപോലെ നമ്മൾ പറയില്ലേ, ചെറിയ കുട്ടികള് കുറച്ച് മണ്ണുകൊണ്ട് പുറ്റു ചുട്ട്, മണ്ണുകൊണ്ട് പുട്ടിയുടല്ലേ നമ്മളെ കുട്ടികൾ. എന്തോ കൊച്ചയുമ്പോ തട്ടിക്ക് മറിച്ചാൽ എന്ത് പറഞ്ഞു? അതാ ഓന്റെ പുട്ട്, ഇങ്ങനെ തിന്നാൻ പറ്റുന്നതല്ലേ ഇത്, അതാ ഓന്റെ പുട്ട്. ഈ പറഞ്ഞ പോലെ പറഞ്ഞതാ, അതാ ഓരെ ഈമാൻ, അവരെ ഈമാൻ എന്നെ ഈമാനല്ല. ഏതുപോലെ ആ മുശ്രിക്കുകളെ നിസ്കാരം ഒന്നര മുട്ടും പിടിയാണ്. അത് നിസ്കാരമല്ല എന്നാ പറഞ്ഞത്. അത് നിസ്കാരമല്ല. ഈമാൻ. അബൂജഹലിന് ഈമാൻ ഉണ്ടായിരുന്നു പോലും. അബൂജഹലിന് ഈമാൻ ഉണ്ടായിരുന്നു. ഇവിടെ ഒന്ന് പ്രസംഗിച്ചതാ. ബുഖാരി മുഴുവൻ കാട്ടിട്ട് എന്റെ മൗലവി എന്നോട് ചോദ്യോ. എന്താ ചോദ്യോ? ഇപ്പൊ പറയാൻ നേരല്ല, എത്ര ഉണ്ട് പറയാനും. ഞാൻ ചുറ്റുകയാണ്. മൗലവിന്റെ ചോദ്യോ എന്നറിയോ? ബുഖാരി തന്നെ വ്യക്തമായിട്ടുണ്ട്. ഈമാൻ കാര്യം 6 പറഞ്ഞല്ലോ, അതൊരു ഹദീസാണ്. എന്നാൽ ചുരുക്കിയിട്ട് ബുഖാരിയിൽ വേറെ സ്ഥലത്തുണ്ട്. അതദറൂന മൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിക്കാൻ എന്താന്ന് നിങ്ങൾക്കറിയാമോ? റസൂൽ ചോദിക്കാണ്. സഹാബത്ത് ഖാലു അല്ലാഹു റസൂലു അലം. അപ്പൊ റസൂൽ അല്ലാഹു റസൂലിനെ പറഞ്ഞു കൊടുക്കുക, അൻത അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അതാ ഈമാൻ. അതുണ്ടായിരുന്നു അബൂജഹലിന്. അബൂജഹൽ മുഅ്മിനായിരുന്നു, ഈമാൻ ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് പ്രസംഗിച്ചത് എന്തൊരു ഗതികേടാണിത്. അബൂജഹലിന്റെ ബഹുമാനം പറഞ്ഞ് നടക്കിയല്ലേ ഈ മൗലവിമാർ. ഇനി സഹോദരന്മാരെ ഞാൻ ചുരുക്കി പറയാണ്, പറഞ്ഞാൽ തീരുവിൽ എത്ര ഉണ്ട് പറയാൻ.
ചുരുക്കി പറയാണ്. നിങ്ങളൊരു കാര്യം ആലോചിച്ചു. മൗലവി പറയാണ്, കിതാബ് തൗഹീദ് നമ്മൾ കണ്ടിട്ടുണ്ട്, മുസ്ലിയാരെ കണ്ടിട്ടുണ്ട്, അതില് ഒയ്പറിയൂലാന്നുണ്ട്. ഇല്ലേ? മൗലവിന്റെ ചോദ്യം കേട്ടാ തോന്നുന്നു ഉള്ള തന്നെയാണ്. ഇല്ലേ 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 എന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ കാണിക്കാൻ സമയമില്ല, കാരണം ഒരുപാട് കാര്യം പറയാനുണ്ട്. ഇല്ലേ ഇല്ലേ എന്ന് ചോദിക്കുന്നു. ആ പറഞ്ഞ ഹദീസിന്റെ മുഴുവനും അർത്ഥം, അതുപോലെ ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഞങ്ങൾക്ക് ഇമാം നവവി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു തന്നിട്ടുള്ള ഫതാവയിൽ മഹാനവറുകൾ വ്യക്തമായി പറഞ്ഞു. ആ പറഞ്ഞതിന്റെ അർത്ഥം അള്ളാഹു അറിവ് കൊടുക്കാതെ അറിയുകയില്ല, അള്ള കഴിവ് കൊടുക്കാതെ കഴിവ് കിട്ടുകയില്ല എന്നാണ്. സ്വന്തമായി ഇല്ലാന്ന, അല്ലാതെ റസൂലുള്ള മറിഞ്ഞ കാര്യം അറിയൂല എന്നല്ല, റസൂലുള്ളാഹിക്ക് സാധാരണ കഴിവ് മാത്രമേ ഉള്ളൂ എന്നല്ല. ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നു, മഅനാഹു ലാ യഅലമു ദാലിക ഇസ്തിഖ്ലാലൻ, സ്വന്തമായി അറിയൂല, അള്ളാഹ് അറിയിച്ചു കൊടുത്താലേ അറിയുള്ളൂ എന്നാണ്. അല്ലെ ഗൈബ് അറിയൂല എന്നാ അത് ഇമാം നവവി ഫതാവയിൽ പറയുന്നു. ഞങ്ങൾക്ക് ഞങ്ങളെ ഇമാമിങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ബുഖാരിയുടെ ഹദീസിന്റെ അർത്ഥമൊക്കെ, നിങ്ങൾക്ക് വിവരമില്ലാത്തതിന് നമ്മളെ ഉത്തരവാദി. എന്നിട്ട് മൗലവി ഒരു ഹദീസ് ചോദി, അസ്തഖ്ദിറു കബി ഖുദ്റതിക എന്ന് പറഞ്ഞു. എന്തേ അതിന്റെ ബാക്കി ഓതാതെ വിട്ടത്? വഅസ്അലുക മിൻ ഫളികൽ അദീം ഇന്നക തഖ്ദിറു വലാ അഖ്ദിറു വതഅലമു വലാ അഅലമു അൻത അലാമുൽ വജൂബ് എന്നല്ലേ ബുഖാരിയിലുള്ളത്. കട്ടതല്ലേ മൗലവി? എന്തിനാ കട്ടത്? മുഴുവൻ ഏതൊക്കെ വായിച്ചത് മുഴുവൻ കട്ടതാ, ഒറ്റയും ബാക്കിയില്ല. എന്നിട്ട് പിന്നൊന്ന് ആയിഷ ബീവി പറഞ്ഞിരിക്കുന്നു, അള്ളാഹുവിന്റെ റസൂലുള്ള കണ്ടു നിന്നെ കാഫിറായി പോകും. അതിന്റെ വിശദീകരണം ഫത്ഹുൽ ബാരിയിലില്ലേ, സറഹ് മുസ്ലിമിലില്ലേ? അള്ളാഹുവിന്റെ റസൂല് അള്ളാഹുവിനെ കണ്ടിട്ടുണ്ട് എന്നതല്ലേ ശരിയായ അഭിപ്രായം? സുബ്ഹാനല്ലാഹ്. വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദി എന്ന് കുട്ടികൾ പറഞ്ഞപ്പോ ചെല്ലിയപ്പോ റസൂൽ നിർത്തിച്ചിട്ട് പിന്നേതാ ഇത് കട്ടതല്ലേ? നിങ്ങൾ ബദറുമാല പാടാനല്ലേ പറഞ്ഞത്? മരിച്ചുപോയ ബദരീങ്ങളെ വിളിച്ച് പാടാനാ പറഞ്ഞത്. ഇതിന് ബാക്കി അങ്ങനല്ലേ? അത് നിങ്ങൾ കട്ടതല്ലേ? നിങ്ങൾ ഓതിയ ഹദീസിനെ കുറിച്ച് അവിടെ പറയുന്നൊക്കെ ബാക്കി കട്ടതല്ലേ? ഇനി ഞാൻ ഓരോന്നോന്ന് പറഞ്ഞു പേര് തീർക്കുകയാണ്. മുഴുവൻ കട്ടതല്ലേ? അതാ ഞാൻ പറഞ്ഞത്. എന്റെ മുന്നിൽ വാ, ആൺകുട്ടികളുണ്ടെങ്കിൽ വാ, മുജാഹിദിന്റെ മൗലവിമാർ. ഇവിടെ മൗലവി പറഞ്ഞ ഓരോന്നോരോന്ന് ആദ്യം മുതൽ CD വെക്കുക, ഓരോരോന്ന് വെക്കുക, അപ്പുറം ഇപ്പുറം വായിക്കുക. ധൈര്യമുള്ള ആൺകുട്ടികൾ മുജാഹിദിനൊട്ടിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ വന്നോ, ഏത് കാലത്തായാലും തിരക്കേടില്ല. കട്ടതല്ലേ മുഴുവനും? ഞങ്ങൾ എന്തിനും ഞങ്ങളെ മുസ്ലിമീങ്ങളെ വഞ്ചിക്കണം? സാധാരണക്കാരെ എന്തിനു വഞ്ചിക്കണം? വേദന കൊണ്ട് ചോദിക്കുകയാണ് ഞാൻ. എല്ലാവർക്കും ഇപ്പൊ കിതാബ് ഓതി പഠിക്കാനാവോ? ഈ ഞങ്ങൾ ദർസിൽ ഓതുമ്പോൾ ഭക്ഷണം തന്നവരാണ് മുസ്ലിമീങ്ങൾ, ഞങ്ങളെ കോളേജിനെ സഹായിച്ചവരാണ് മുസ്ലിമീങ്ങൾ. അവരെ ഈമാന് നിങ്ങൾ കട്ടുകൊണ്ടു പോകുമ്പോ ഞങ്ങൾക്ക് നോക്കിക്കാൻ പറ്റുമോ? നിങ്ങൾ അള്ളാഹിനോട് മറുപടി പറയണ്ടേ? അവരെ ഭക്ഷണം കഴിച്ചിട്ട് അവരെ നിങ്ങൾ വന്നിട്ട് ഹദീസിന്റെ പകുതി കട്ട്, ആയത്തിന്റെ പകുതി കട്ട് പറയുമ്പോ ഞങ്ങൾക്ക് ഈ നോക്കിക്കാൻ പറ്റുമോ? ഞങ്ങൾ കഴിച്ച ഭക്ഷണത്തിന് നന്ദി കാണിക്കണ്ടേ? അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഞങ്ങൾ ഭക്ഷണം ആരാന്റെ കഴിക്കുന്നവരില്ല, അത് ഞങ്ങൾക്ക് അതിന് വലിയ വിഷമമൊന്നുമില്ല. ആരാന്റെ വെറുതെ കഴിക്കുന്നതല്ലേ, അങ്ങ് പഠിക്കുമ്പോൾ അവർ ഹദിയായിട്ട് തന്നതാ. ഞങ്ങൾ കഴിക്കുന്നവരാണ്. മുഹാജിരികളായ സഹാബികൾ അൻസാരികളെ വീട്ടിൽ പോയിട്ട് ആ മദീനത്തിൽ ഭക്ഷണം കഴിച്ചത്. അതുകൊണ്ട് മുഹാജിരി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പോലത്തെ മഹാന്മാർക്ക് വല്ല തയ്യാറുണ്ട്? അബൂബക്കർ റളിയല്ലാഹു തയ്യാറുണ്ടോ? ഇരിക്കട്ടെ, ഞാൻ ചുരുക്കട്ടെ. ഇനി മൗലവീനെ ഒന്ന് കാണിക്കാം. കുറെ നേരം മൗലവിനെ കാണാത്ത പൂജാന്നില്ലേ? മൗലവീനെ ഒന്ന് കാണിക്കാം. മൗലവി പറയുന്നത് സങ്കടം പടച്ചോനോടല്ലാണ്ട് പറയാൻ പറ്റൂല. സങ്കടം പടച്ചോനോട് മാത്രമേ പറയാൻ പറ്റുള്ളൂ. നല്ല രസമുണ്ട്. എന്നിട്ട് അയാൾ തെളിവ് ധരിക്കുന്നു. തെളിവെന്താണെന്നറിയോ? റസൂലുള്ളാഹിക്ക് പ്രയാസം ഉണ്ടായപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹു അലീം എന്ന് റസൂലുള്ള ദിക്റ് ചൊല്ലിയിട്ടുണ്ട്. എന്തിന്റെ തെളിവ്? സങ്കടം അള്ളാഹിനോടേ പറയാൻ പാടുള്ളൂ എന്ന വാദം. അതിന് തെളിവെന്താ? റസൂലുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് ചൊല്ലിയിട്ടുണ്ട്. ഇതാ തെളിവ്. അങ്ങനെ ഈ ഹക്കും ബാത്തിലും കൂട്ടിക്കലർത്തിയിട്ട് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. നല്ലോണം കേട്ടോളി. ആദ്യം മൂപ്പര് പറയുന്നത് വിഷമവും പ്രയാസവും വരുമ്പോൾ അള്ളാഹിനോടെ പറയാവൂന്ന് ബുഖാരിയിൽ ഇല്ലേ? ഇല്ലേ? മൗലവിന്റെ ചോദ്യം. അപ്പൊ എല്ലാവർക്കും തോന്നും അങ്ങനെ ഉണ്ട് എന്ന്. ഈ ഞങ്ങളോട് ഞാൻ പറഞ്ഞു ഇല്ലേ? അങ്ങനെ ബുഖാരിയിൽ ഇല്ലേ? പച്ച കള്ളം ആളുകളെ പറ്റിക്കാം. ഇല്ലേ? ഇല്ലേ? മൗലവിന്റെ ആദ്യത്തത്. ശരിക്കും ഞാൻ ഒരു കാര്യം പറയട്ടെ. മൗലവി കൃത്യമായി എന്ന് പറഞ്ഞോ അത് കൃത്യമല്ല, നിങ്ങൾ മനസ്സിലാക്കണം. കൃത്രിമായി കൃത്യമായി പറഞ്ഞോ കൃത്രിമായി. ഇല്ലേന്ന് ചോദിച്ചോ ഉണ്ടാവൂല. മൗലവിന്റെ ഒരു തന്ത്രാണത്. നിങ്ങളെ മുഴുവൻ കുതന്ത്രവും പഠിച്ചിട്ട് തന്നെയാ വന്നത്. മുഴുവൻ ഞാൻ കാണിച്ചു തരുന്നത്. എന്നിട്ട് മൂപ്പര് ദുആഉൽ കർബ് ഉദ്ധരിക്കുകയാണ്. എന്റെ ആദ്യം മൂപ്പര് പറയുന്നത് എന്താന്ന് വെച്ചാല് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ആദ്യം വരുന്നാലേ ശരിക്കും തിരിയുള്ളൂ.
ആദ്യം മൂപ്പര് പറയുന്നത് വിഷമവും പ്രയാസവും വരുമ്പോ അള്ളാഹിനോടല്ലാതെ പറയരുത് എന്ന് കിതാബു തൗഹീദിന് ഇന്നേ പേരോടെ ഇന്നേ. അപ്പൊ എല്ലാവർക്കും തോന്നുന്നുണ്ട്, വാസ്തവത്തിലില്ല. എന്നിട്ട് മൂപ്പര് ഇങ്ങനെ പറഞ്ഞത് അള്ളാന്റെ റസൂല് വിഷമം ഉണ്ടാകുന്ന സമയത്ത് എന്താ പറഞ്ഞത്? എന്തു പറഞ്ഞാലും മറ്റേയില്ല, ഏത് പറയാൻ പാടില്ല എന്നില്ല. എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലിയ്യുൽ അലീം എന്ന് പറയുന്ന ദുആഉൽ കർബ് ഉദ്ധരിച്ചിട്ട് മൂപ്പര് വേറൊരു കളവ് പറയാ. എന്താ അറിയോ? എല്ലാ സഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ദുആ ഒക്കെ കിതാബ് തൗഹീദിൽ ബുഖാരിയിലുണ്ട്. അവിടെ എങ്ങാനും റസൂലുള്ളാഹിനെ വിളിക്കാൻ പറഞ്ഞത് വല്ലതും ഉണ്ടോ? പേരോടെ മൗലവിന്റെ പോക്ക് നോക്കണേ, ഞാൻ എല്ലാം കാണിച്ചു തരാം. ഞങ്ങൾ എന്താ പറയാറുള്ളത്? വിഷമം വന്നാൽ അള്ളാഹിനോടെ പറയാൻ പറ്റുള്ളൂ, വിഷമവും പ്രയാസം വന്നാൽ അള്ളാഹിനോടെ പറയാൻ പാടുള്ളൂ പറയും. ബുഖാരി ഇമാമിൻ പറഞ്ഞില്ലേ? അത് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടില്ല. മറുപടി 7426 ഹദീസ് നോക്കിക്കോ. വിഷമം വരുമ്പോ ഞങ്ങളെ നേതാവാരാ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ എന്ന് ഞങ്ങൾ പറയില്ല. നിങ്ങളെ നേതാവ് റസൂലുള്ളാഹി തന്നെയാണ് ഞങ്ങൾ പറയാറ്. പക്ഷേ നിങ്ങൾ പല കാര്യങ്ങളും ആ റസൂലുള്ളാഹിയുടെ വാചകത്തെ നിന്ദിച്ചുകൊണ്ടാണ് നടക്കുന്നത് മാത്രം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രയാസവും സങ്കടം വരുമ്പോ എന്താ പറയാറുള്ളത്? വളരെ ബുദ്ധിമുട്ടുമ്പോ നിങ്ങൾ എന്നെ വിളിച്ചോ എന്നാണോ റസൂലുള്ളാഹി പറയുന്നത്? കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഇൻദൽ ഖർബി, ബുദ്ധിമുട്ടും വിഷമവും ബാധിച്ച റസൂലുള്ളാഹി പറയാറുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. റസൂലുള്ളാഹി അതാണ് ദുആ ചെയ്യാറുണ്ടായിരുന്നത്. റസൂലുള്ളാഹി അതാണ് ദുആ ചെയ്യാറുണ്ടായിരുന്നത് എന്ന് പറഞ്ഞത് കൊണ്ട് വേറെ ആരെയും വിളിക്കാൻ പാടില്ല എന്ന് കിട്ടുമോ? റസൂലുള്ളാഹി അത് ദുആ ചെയ്യാറുണ്ട്, അതുകൊണ്ട് വേറെ ആരെയും വിളിക്കാൻ പാടില്ല എന്ന് അവിടുന്ന് കിട്ടി. അങ്ങനെ അതിനർത്ഥം ഉണ്ടാവോ? തോന്നിവാസം പറയേ ഹദീസ് ഓതിയിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനകളൊക്കെ ഈ കിതാബിൽ തന്നെ ഉണ്ട്, ബുഖാരി ഇമാമിന്റെ കിതാബ് തൗഹീദിൽ. അതിലെവിടെയെങ്കിലും അല്ലാഹു അല്ലാത്തവരോടൊരു ദുആയുണ്ടോ? മനസ്സിലാക്കണം, ഈ സമൂഹത്തെ പറ്റിക്കുന്ന പേരോട് ജനങ്ങളോട് പറയണം. പേരോട് പറ്റിക്കുന്നു മൂപ്പര് പറ്റിക്കാണ്. നോയിക്കോ ബുഖാരി, അതേ കിതാബ് തൗഹീദ്, അതേ നിങ്ങൾക്ക് അവിടെ തന്നെ കിട്ടണമല്ലോ, അതെന്നെ വിളിച്ചോ. നിങ്ങൾ നേരത്തെ വായിച്ച ഫദാലിക ഈമാനുഹും വായിച്ചതിന്റെ നേരെ മേലെ വായിച്ചോ. വഖാല മുജാഹിദുൻ, ഈ മുജാഹിദല്ലേ. പിന്നെ മുജാഹിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഇന്നഹദും മിനൽ മുശ്രികീന ഇസ്തജാറക ഫഅജിർഹു ഹത്താ യസ്മഅ കലാമല്ലാഹ്. ഖുർആനിൽ തന്നെ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, നബിയേ തങ്ങളോട് മുശ്രിക്കീങ്ങൾ കാവല് ചോദിച്ചാൽ ഫഅജിർഹു, തങ്ങൾ കാവല് കൊടുക്കണം നബിയേ. കാവല് റസൂലുള്ളാഹിനോട് കാവല് ചോദിക്കല് ശിർക്കാണെങ്കിൽ ശിർക്കിനെ സഹായിക്കണമെന്നാണോ അല്ലാഹു തആല നബിയോട് പറയുന്നത്? തലച്ചോറുണ്ടെങ്കിൽ ചിന്തിച്ചോ മൗലവി, നിങ്ങൾക്ക് ബുഖാരിയിൽ തന്നെ വേണം, കിതാബ് തൗഹീദിൽ തന്നെ വേണം. ഉണ്ടോ പേരോടെ എന്ന് ചോദിക്കില്ലേ? ബുഖാരിയിൽ ആയത്താ ഉദ്ധരിക്കുന്നത് ഇമാം ബുഖാരി, വഇന്നഹദും മിനൽ മുശ്രികീന ഇസ്തജാറക ഫഅജിർഹു ഹത്താ യസ്മഅ കലാമല്ലാഹ്. ഓ നബിയേ, വല്ല മുശ്രിക്കും തങ്ങളോട് കാവല് ചോദിച്ചാൽ തങ്ങൾ കാവല് കൊടുക്കണം നബിയേ. ശിർക്കിനെ സഹായിക്കണമെന്നാണോ അള്ളാന്റെ കൽപ്പന? മൗലവിമാര് മറുപടി പറയണം. ബുഖാരിയിലുണ്ടോ എന്നല്ലങ്ങൾ ചോദിച്ചത്, ബുഖാരിയിൽ കിതാബ് തൗഹീദിലുണ്ടോ എന്നാ ചോദിച്ചത്. ഞാൻ ബുഖാരിയിലെ കിതാബ് തൗഹീദിൽ നിന്ന് ആയത്താണ് ഉദ്ധരിച്ചത്. ലൈഫാന്ന് പറയാൻ കഴിയുമോ മൗലവിമാരെ? ഖുർആനിൽ ലൈഫുണ്ടോ? ആരാ പൊട്ടന്മാര്? നിങ്ങൾ ഞങ്ങളെ ചെരുപ്പെടുക്കാൻ കൊള്ളോ? ചെരുപ്പെടുക്കാൻ പറ്റുമോ? നിങ്ങൾ ഞങ്ങളെ ചെരുപ്പെടുക്കുന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ആളുകളെ പറ്റിക്കുമ്പോ ഒന്നും കൂടി പറയാം, പേരോട് പറ്റിക്കുന്നു ഒന്നും കൂടി പറയാം, എന്നാലേ മൂപ്പര് പറ്റിക്കുന്നില്ല എന്ന് തോന്നുള്ളൂ. ഇനിയൊന്ന് പറയട്ടെ. അപ്പോ ഇനി സംശയമുണ്ടോ മൗലവിക്ക്? നാ മുജാഹിദിന്റെ മുഖപത്ര വായിക്കുന്നത്, റസൂലുള്ളാഹിനെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? വിളിച്ചിട്ടുണ്ടോ ഇല്ലേ? ഉത്തരം കിട്ടിയിട്ടുണ്ടോ ഇല്ലേ? അൽമന മുജാഹിദിന്റെ മുഖം. ഞാൻ എല്ലാ തെളിവും പറയുന്നത് അങ്ങനെയാ. ഒരായത്ത്, ഒരു ഹദീസ്, ഒരു മുജാഹിദിന്റെ ബുക്ക്, അങ്ങനെയാ തെളിവ്. 3 ഭാഗത്തും ആ പഠിച്ചിട്ടല്ലാണ്ട് വിടില്ല. അപ്പുറം ഇപ്പുറം ആ പഠിച്ചിട്ടേ വിടില്ല.
മുജാഹിദിന്റെ ആൽമനാണ്. കേട്ടോ, അത് ഇസ്തിഗാസയാണെന്ന് ഇമാമിങ്ങളൊക്കെ പറഞ്ഞ സംഗതിയാണ്. ആരും സഹായിക്കാനില്ലാത്തൊരു രംഗം. അല്ലാഹുവിന്റെ റസൂലും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പോയി. സുറാഖത്ത് വാളും പിടിച്ചു വരും. അല്ലാഹുവിന്റെ റസൂലിനെ സിദ്ദീഖുൽ അക്ബർ വിളിക്കുന്നു. ഇപ്പം വെട്ടിപ്പോകുന്നു തോന്നുക, ബേക്കിൽ വരിക. അപ്പൊ ഇവരെ കണക്കിന് അല്ലാഹുവിനെ അല്ലാണ്ട് വിളിക്കാൻ പറ്റുമോ? സിദ്ദീഖുൽ അക്ബർ വിളിച്ചത് ആരെയാ? സിദ്ദീഖുൽ അക്ബർ സുന്നത്തി ജമാഅത്തിന്റെ നേതാവാ. വിളിച്ച റസൂലുള്ളാഹിയാണ്. വിളിച്ചിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഖദ് ലഹിഖ ബിനാ ലാഹിഖ്, യാ റസൂലല്ലാഹ്. ബുഖാരി, മുസ്ലിം. പക്ഷേ അതൊക്കെ ഞാൻ പറഞ്ഞ മോശമായി പോണ്ട, കൊണ്ട് ആൽമനാർ വായിക്കാം. കേട്ടോളൂ. സുറാഖത്തിന്റെ വിളി അബൂബക്കർ കേട്ടു. അദ്ദേഹം വിക്കി പറഞ്ഞു, പേടിച്ചിട്ടേ. അങ്ങേ സന്നിഗ്ധ കേട്ടോ, വിക്കി പറഞ്ഞു, തിരുദൂതരെ സുറാഖത്ത് വിളിക്കുന്നു. സുറാഖത്ത് തന്നെ വാളും പിടിക്കുന്നത് ശത്രുവാ. സുറാഖത്ത് വിളിക്കുന്നു, തിരുദൂതരെ സുറാഖത്ത് വിളിക്കുന്നു. നബിയെ വിളിച്ച് സങ്കടം പറഞ്ഞുകൂടല്ലേ? കിബിർ, മുനാഫിഖിന്റെ കിബിർ. ഇത് സിദ്ദീഖുൽ അക്ബറാ, മുഅ്മിനീങ്ങളുടെ നേതാവാ. ബുഖാരിയിലും മുസ്ലിമുള്ള നിങ്ങൾ അൽമനാറൊക്കെ വായിക്കുന്നത്. ഇവിടെ എന്താ ഉണ്ടായത് കേട്ടോളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നമ്മിൽ നിന്ന് എന്താണ് അയാൾ ആവശ്യപ്പെടുന്നതെന്ന് ചോദിക്കൂ. സുറാഖത്ത് പറഞ്ഞു, അല്ലാഹു സത്യം, നിങ്ങളിൽ ഒരു ദുരുദ്ദേശവും എനിക്കില്ല. അവിടെ നിൽക്കൂ, ഞാൻ 2 വാക്ക് പറയട്ടെ. ധീരരിൽ ധീരനായ പ്രവാചകൻ ഒട്ടകത്തെ നിർത്തി. സുറാഖത്ത് തിരുമുമ്പിൽ വന്ന് നിന്നു. വളരെ അടുത്ത് അരയിലെ വാളൊന്ന് വീശിയാൽ തിരുദൂതരുടെ കഴുത്തിലെത്തുന്ന അത്രയും അടുത്ത്. അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ്, എന്റെ കുതിരയെ ഒന്ന് രക്ഷപ്പെടുത്തി തരൂ. റസൂലുള്ളാഹിയോട് ഇസ്തിഗാസ, എന്റെ കുതിരയെ ഒന്ന് രക്ഷപ്പെടുത്തി തരൂ. മുഹമ്മദ്, എന്റെ കുതിരയെ ഒന്ന് രക്ഷപ്പെടുത്തി തരൂ. അതിന്റെ കാലുകൾ ഭൂമിയിൽ താണുപോയിരിക്കുന്നു. എനിക്ക് അപേക്ഷിക്കാനുള്ള ഒരു കാര്യം അതാണ്. റസൂലുള്ളാഹി എന്താ പറയാ? അൽമനാർ വായിക്കലില്ലേ? മുജാഹിദിന്റെ ശാഖയില്ലേ? എന്തേ മാർക്കറ്റിന്റെ അടുത്ത് പള്ളിയില്ലേ? കള്ളത്തരം പറയുന്ന ഖതീബില്ലേ? കള്ളത്തരം പറയുന്ന ഉസംകുട്ടിയില്ലേ? ഓ, ചോദിച്ചോ, റസൂലുള്ളാഹിയോട് രക്ഷപ്പെടുത്തി തരൂ. അപ്പൊ എന്താ മറുപടി? നിങ്ങളെ പത്ര വായിക്കുന്നത്? തിരുമേനി, ശരി, അക്കാര്യം അല്ലാഹു സാധിപ്പിച്ചിരിക്കുന്നു. മറിഞ്ഞ കാര്യം അറിയോ? പറ മൗലവി. അല്ലാഹുവിന്റെ റസൂൽ ഒറ്റ പ്രഖ്യാപന, അക്കാര്യം അല്ലാഹു സാധിപ്പിച്ചിരിക്കുന്നു. എങ്ങനെ പറഞ്ഞത്? അതാണ് എന്നുടയകൾ ഉടയവൻ തന്റെകൾ ആകുന്ന് ഞാൻ ചൊൽകിൽ ആകും അതെന്നോവർ. ഏകൽ കൂടാതെ ഞാൻ ചെയ്തില്ല ഒന്നുമേ, എന്നാണ് നിന്നെ പറയുന്നും കേട്ടോവർ. അമ്പിയാക്കൾ ഔലിയാക്കൾക്ക് വേണമെന്നൊരു കാര്യം ഉദ്ദേശിച്ചാൽ അല്ലങ്ങ് ചെയ്തു കൊടുക്കൂ. അതാ കേക്കട്ടെ. സുറാഖത്ത് തന്റെ കുതിരയെ നോക്കി. എന്തൊരത്ഭുതം! കുതിര ഒന്നും സംഭവിക്കാത്ത പോലെ പഴയ ആ പ്രൗഢിയിൽ അതാ തന്റെ നേരെ നടന്നു വരുന്നു. ഇത് നിങ്ങളെ മുഖപത്ര വായിച്ചത് മൗലവിമാരെ. അപ്പൊ റസൂലുള്ളാഹിയോട് രക്ഷ തേടണമെന്നുണ്ടോ? തേടിയിട്ടുണ്ടോ? പഠിപ്പിച്ചിട്ടുണ്ടോ? ചോദ്യത്തിന്റെ മറുപടി ഞാൻ ഖുർആൻ കൊണ്ട് പറഞ്ഞു, ഹദീസ് കൊണ്ട് പറഞ്ഞു, നിങ്ങളെ പത്രം കൊണ്ട് പറഞ്ഞു. ഇനി നിങ്ങൾക്ക് ആൺകുട്ടികളായിട്ട് ജീവിക്കാൻ അർഹതയുണ്ടോ? മടങ്ങിക്കോ സുന്നത്തി ജമാഅത്തിലേക്ക്. ഈമാൻ കിട്ടി മരിക്കണമെങ്കിൽ മടങ്ങിക്കോ സുന്നത്തി ജമാഅത്തിലേക്ക്. വഞ്ചകന്മാരെ പിന്നാലെ കൊണ്ട. അടുത്തത് എന്താ? പേരോട് വഞ്ചിക്കുന്നല്ലേ? മൂപ്പര് പറയാ, ഹുബൈബ് റളിയല്ലാഹു അൻഹു ആസിം റളിയല്ലാഹു അൻഹു പോയിട്ട് ദൂരേന്ന് റസൂലുള്ളാഹിക്ക് വിവരത്തിക്കണം. അപ്പൊ അല്ലാഹുമ്മ അഖ്ബിർ അന്നാ നബിയക്കാന്ന് അള്ളാഹിനോടാ പറഞ്ഞത്, റസൂലുള്ളാഹിക്ക് വിവരം കൊടുക്കണേ. പിന്നെ ആരോടെയും പറയണ്ട്? മൗലവി, നിങ്ങളാകാ തുടങ്ങിയ മറന്നുപോയോ? വൽ ഖദരി ഖൈരിഹി വശരി മിനല്ലാഹി തആല ഒക്കെ അല്ലല്ലേ? അപ്പൊ റസൂലുള്ളാഹിക്ക് അറിയിച്ചു കൊടുക്കുന്നത് അല്ലല്ലേ? ഇനി ഞാൻ മൗലവിനോടൊന്ന് ചോദിക്കട്ടെ. മൗലവിനോട് നേരെ എന്റെ മുന്നിൽ മൗലവി ഉണ്ട് നിൽക്കുക. ഞാൻ മൗലവിന്ന് വിളിച്ചാൽ ആ വിളിക്കുന്നത് നിങ്ങളെ ചെവിട്ടിലെത്തിക്കുന്നവൻ ആരാ? ദൂരെ എത്തിക്കുന്ന അള്ളയാന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അടുത്തുനിന്ന് എത്തിക്കുന്നത് ആരാ? അടുത്തുനിന്ന് കേൾപ്പിക്കുന്നവൻ ആരാ? അടുത്തുനിന്ന് കേൾപ്പിക്കുന്നവൻ അള്ള എന്നല്ലേ? അടുത്തുനിന്ന് കേൾപ്പിക്കുന്നവൻ അല്ല,
ദൂരെ എന്ന് കേൾപ്പിക്കുന്നു അല്ലാഹ്. ഇന്നക ലാ തുസ്മിഉൽ മൗത, നബിയെ തങ്ങൾ കേൾപ്പിക്കൂല. വമാ അൻത ബിമുസ്മിഇൻ ഫിൽ ഖുബൂർ, തങ്ങൾ കേൾപ്പിക്കുന്ന ആളല്ല. ആരാ കേൾപ്പിക്കുന്നത്? ഇന്നല്ലാഹ യുസ്മിഉ മൻ യശാ, മരിച്ചവരെ കേൾപ്പിക്കുന്നതും ജീവിച്ചിരിക്കുന്നവരെ കേൾപ്പിക്കുന്നതും മുഴുവൻ ആളുകളെ കേൾപ്പിക്കുന്നവരും അല്ലാഹയാണ്, സൃഷ്ടികളല്ല. ഇൻ തുസ്മിഉ ഇല്ലാ മൻ യുമിനു ബിആയാതിനാ, നബിയെ മഹാന്മാരെ മുഅ്മിനീങ്ങളെ അല്ലാതെ കേൾപ്പിക്കൂല. മുഅ്മിനീങ്ങളെ തങ്ങൾ കേൾപ്പിക്കും എന്ന് പറഞ്ഞാൽ അല്ലാഹ് തരുന്ന കഴിവ് കൊണ്ട് കേൾപ്പിക്കും. തങ്ങൾ കേൾപ്പിക്കൂല എന്ന് പറഞ്ഞാലോ സ്വന്തം കഴിവ് കൊണ്ട് കേൾപ്പിക്കൂല. അപ്പൊ സ്വന്തം കഴിവ് കൊണ്ട് ഒരാളും ആരെയും ഒന്നും കേൾപ്പിക്കൂല. കേൾപ്പിക്കൂ എന്ന് പറഞ്ഞാലോ ഒക്കെ ഖുർആനാ, നിങ്ങൾ പകുതി കണ്ടിട്ട് പറഞ്ഞതാ. അതേ കേൾപ്പിക്കൂ എന്ന് പറഞ്ഞാലോ കേൾപ്പിക്കാനുള്ള കാരണമായി പ്രവർത്തിക്കും. കേൾപ്പിക്കുന്നവൻ അല്ലാഹയാണ് മുഴുവൻ കാര്യങ്ങളും. പിന്നെന്താ പറഞ്ഞത്? ഓരോന്ന് വായിച്ചു പോണ്ടേ. മൂപ്പര് പറയാണ് അങ്ങനെ ദൂരെ നിന്ന് കേൾക്കുക. പിന്നെ അടുത്ത് കേൾക്കുള്ളൂ. അല്ലാഹ് പറയുന്നു ഇദാ അഹ്ബബ്തുഹു കുന്തു സമഅഹു അല്ലദീ യസ്മഉ ബിഹി, ഞാൻ ഒരാളെ പ്രിയം വെച്ചാൽ അവന്റെ കാത് ഞാനാവും. അല്ലാഹ് ഒരാളെ കാതാവോ? പിന്നെ ഇതിന്റെ അർത്ഥം എന്താ? യസ്മഉൽ ഖരീബ വൽ ബഈദ്, ദൂരെയുള്ളതും അടുത്തുള്ളതും കേൾക്കും. ഇമാം റാസി അത് വിശദീകരിക്കുന്നു, ഇമാമിങ്ങളൊക്കെ പറയുന്നു. അതല്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനത്തെ മിമ്പറിൽ വിളിക്കുന്നു, യാ സാരിയ അൽ ജബൽ അൽ ജബൽ അൽ ജബൽ. 100 കിലോമീറ്റർ അകലെ സാരിയ റളിയല്ലാഹു അൻഹു കേൾക്കുന്നു. ഈ സംഭവം ശരിയായ സംഭവമാണെന്നും അത് കറാമത്താണെന്നും മുജാഹിദേ, നിന്റെ അൽ വിലായത്തു വൽ കറാമ, നിങ്ങളുടെ പണ്ഡിത സംഘടന പ്രസിദ്ധീകരിച്ച അൽ വിലായത്തു വൽ കറാമയിൽ കെ.എം. മൗലവി എഴുതിയിട്ടില്ലേ? നിഷേധിക്കാൻ കഴിയോ? ഇബ്നു തൈമിയ എഴുതിയിട്ടില്ലേ? നിഷേധിക്കാൻ കഴിയോ? അപ്പൊ ദൂരെ നിന്ന് കേൾക്കാനുള്ള കഴിവ് അല്ലാഹു തആല അവന്റെ ഔലിയായിന്, അവന്റെ അംബിയായിന് കൊടുക്കുന്നുവെന്ന് നിങ്ങളുടെ പുസ്തകത്തിൽ തന്നെ ഇല്ലേ? എന്റെ മുന്നിൽ നിങ്ങൾ വരാത്തതിന്റെ കാരണം എന്താ? വന്നാലറിയാം കഥ കേട്ടോ. നിങ്ങൾ പറഞ്ഞില്ലേ പേരോടിന് തുണി നനയൂന്ന്? നമുക്ക് അന്നേരം കാണാം, കുളിപ്പിക്കേണ്ടി വരൂ. മൂത്രമൊഴിച്ചു അതാ വരാത്ത മുന്നിൽ വരാത്തത്. ഞാൻ ഇല്ലാത്ത സമയത്ത്, ഞാൻ മലപ്പുറത്തുള്ള സമയത്ത് ഇവിടെ വന്ന് വെല്ലുവിളിക്കാം. നല്ല വെല്ലുവിളിയാ. മുമ്പ് ഒരു അങ്ങാടിന്ന് അടിയിലാക്കിയിട്ട് തോറ്റു, വേർപ്പൊട്ടിട്ട് തീർത്തില്ല. ഓടി അങ്ങ് കയറി മൈതാനിക്കാട്ടിൽ അവിടെ പോയിട്ട് ഒരൊറ്റ വെല്ലുവിളി. ധൈര്യം എണീറ്റ് വരാടാ, ധൈര്യം എണീറ്റ് വരീനടാ. ഇങ്ങനെ കബറിലുള്ളവരെയാ വെല്ലുവിളിക്കരുത്. ഞാൻ മലപ്പുറത്തുള്ള മൂപ്പര് പറയാ, പിടിച്ച് കൊണ്ടുപോവാ പേരോടിനെ. ഞാൻ വരുമ്പോഴേക്ക് മൂപ്പര് സ്ഥലവും വിട്ട്. എന്തൊരു തോന്നിവാസമാണിത്. ഇനി സഹോദരന്മാരെ, മൂപ്പര് വായിക്കാണ് CM സ്മരണിക. അതിലെന്താ ഉള്ളത്? മൂപ്പര് കത്ത് വായിക്കും മുമ്പ്. ഞാൻ ബാക്കി ഇപ്പം വായിപ്പിച്ച്. എന്താ ഉള്ളത്? അള്ളാഹുവിന് തുല്യനായിട്ട് ഒരാളില്ല. കേട്ടോളി. ഒരു അടിമയുടെ കണ്ണും കാതും കയ്യും കാലും അല്ലാഹു ആയി കഴിഞ്ഞാൽ ആ അടിമക്കുണ്ടാകുന്ന ശക്തിവിശേഷം വർണ്ണനാതീതമാണ്. അല്ലാഹു ആകാന്ന് പറഞ്ഞാലോ അവരുടെ കണ്ണിന് പ്രത്യേക കഴിവ്, കാതിന് പ്രത്യേക കഴിവ്, അതാണ് അതിനെ പറ്റി പറയാൻ. പക്ഷേ അതത്രയും അല്ലാഹു നൽകിയതായത് കൊണ്ട് അടിമയുടെയും അല്ലാഹുവിന്റെയും കഴിവ് തുല്യമല്ലെന്ന വസ്തുത ശ്രദ്ധേയമാണ്. അപ്പൊ അള്ളാഹ്ക്ക് തുല്യമായിട്ട് ഒരാളുമില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ് ലൈസ കമിസ്ലിഹി ശൈഉൻ. അള്ളാഹ്ക്ക് തുല്യമായിട്ട് ഒരു വിഷയത്തിലും ഒരാളുമില്ലെന്ന് ഈ ലേഖകൻ ആദ്യം പറഞ്ഞു. അത് വിശദീകരിച്ച ലേഖകൻ വേറൊരു സ്ഥലത്ത് ശരിക്കും മനസ്സിലാക്കണേ, മൗലവിയാർക്ക് തട്ടിപ്പ്. ഇഷ്ടദാസന്റെ കണ്ണും കാതും കയ്യും കാലും ഞാനാകുമെന്ന് അള്ളാഹു ഖുദ്സിയായ ഹദീസിലൂടെ പറഞ്ഞതു നാം നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാണ് ഇതിന്റെ വിവക്ഷയെന്ന് പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അള്ളാഹിനെ പോലത്തെ ഒരു കേൾവി ഉണ്ടാവുന്ന ഒരിക്കലുമല്ല. പിന്നെ അസാധാരണമായ കേൾവി ഉണ്ടാവും. അതിന്റെ നേരെ അടുത്ത വരി, അസാധാരണമായ കേൾവിയും കാഴ്ചയും സിദ്ധിക്കുന്നത് ഒരേ ഒരു ശരീരത്തിലെ അവയവങ്ങൾ കൊണ്ട് തന്നെ ആകണം എന്നില്ല. അപ്പൊ അസാധാരണമായ കേൾവി ഉണ്ടാവുന്നാണ് ഈ പറഞ്ഞത്. അതിന്റെ തൊട്ട വരി തന്നെ എന്ന് വിശദീകരിച്ചു ആ എഴുതിയ പണ്ഡിതൻ. അയാളെ കാഫറാക്കാൻ നടക്കാണ്. അണ്ടോൺ ഉസ്താദ എഴുതിയത്. മൂപ്പരെ കാഫറാക്കാൻ നടക്കുക മൗലവി. അപ്പൊ കാഫറായില്ലേ? എങ്ങനെയാ കാഫറായില്ലേ മൗലവി? നീ എവിടുന്നാ ഇത് പഠിച്ചത്? എന്റെ മൂപ്പര്
അതിവിടെ പറഞ്ഞിട്ട് ഒരു ഉരുട്ടൽ ഉരുട്ടുന്നത് ആ രസോ ഉരുട്ട് കേൾക്കണം നിങ്ങൾക്ക്. ആ തെറ്റാനൂരെ കഥാപുരാറിലെ റസൂലുള്ളാ മൗലവി വരികയാണ്. നിങ്ങൾ നോക്കണം മൗലവിനെ. മൗലവി പറയുന്നത് അള്ള കേൾക്കും പോലെ കേൾക്കൂ എന്ന് പറഞ്ഞില്ലേ. എന്നിട്ട് അയാൾ പറയുന്നത് അറിയോ, പിന്നെ ചോദിക്കുന്നത് എന്താ അറിയോ, അള്ളാനെ പോലെ കേൾക്കോ. എഴുത്തിലുള്ളതെന്താ? അള്ള കേൾക്കും പോലെ കേൾക്കുക. അതിന്റെ അർത്ഥം എന്താ? അസാധാരണ കേൾവി. അതൊക്കെ അവിടെ മൂടി വെച്ചിട്ട് ഉപരി ചോദ്യം വരുന്ന എങ്ങനെ അറിയോ, അള്ളാനെ പോലെ കേൾക്കോ. ഉള്ളതെന്താ? അള്ള കേൾക്കും പോലെ കേൾക്കാൻ. ചോദിക്കുന്നത് എന്താ? അള്ളാനെ പോലെ കേൾക്കോ. തട്ടിപ്പ്. ആ കേട്ടോളി, തട്ടിപ്പാദ്യം പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. സ്മരണികയുടെ പോലെ ഇഷ്ടദാസന്റെ കണ്ണും കാതും കയ്യും കാലും ഞാനാകുമെന്ന് അള്ളാഹു ഖുദ്സിയായ ഹദീസിലൂടെ പറഞ്ഞത് നാം നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാണ് ഇതിന്റെ വിവക്ഷ എന്ന് പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇവിടെ വായിച്ചു. അതിന് മൂപ്പരും മറ്റേ മറുപടി പറഞ്ഞാൽ എന്താ? വായിച്ചത് പച്ചക്കള്ളം മൗലി ഇവിടെ തട്ടിവിട്ടതാണ്. എന്നിട്ട് മൂപ്പര് പറയാണെന്ത്? CF സ്മരണികയിൽ തന്നെ പറയുന്നുണ്ട് ഞാനൊരു വാചകം കട്ടുന്നാ പറയണേ. ഏതാ വാചകം? കട്ടിട്ടില്ലവരോട് കേട്ടോ. എന്താ? പക്ഷേ അത് അത്രയും അള്ളാഹു നൽകിയതായതുകൊണ്ട് അടിമയുടെയും അള്ളാഹുവിന്റെയും കഴിവ് തുല്യമല്ലെന്ന വസ്തുത ശ്രദ്ധേയമാണ്. ആർക്കായൽവക്കം എന്റെ പേര് പറഞ്ഞത്? അള്ളാഹു നൽകിയതായതുകൊണ്ട് തുല്യല്ല. നിങ്ങൾ നോക്കേ, ഇതിലുള്ളതറിയോ? ഇപ്പൊ അയാളെന്ത് വെച്ചാൽ ഒരു വാചകം കൂട്ടിച്ചേർക്കരുത്. മുമ്പ് കട്ടതാണ്, ഇപ്പൊ കൂട്ടിച്ചേർത്താണ്. നോക്കോളെ, ഇതിലുള്ള എന്തറിയോ? ഇഷ്ടദാസന്റെ കണ്ണും കാതും കഴിയും. അവിടെ അയാളെന്ത് അറിയോ? അള്ളാഹുവിനെ പോലെ എന്ന് കൂട്ടിക്കൊടുത്ത് വായിക്കുമ്പോ വെച്ചാ അവനൊന്നുകൂടി വെച്ചാൽ പോലെ ഇഷ്ടദാസന്റെ കണ്ണും കാതും കയ്യും കാലും ഞാനാകുമെന്ന് ഒന്നുകൂടി വെച്ചാൽ സ്മരണികയുടെ പോലെ ഇഷ്ടദാസന്റെ കണ്ണും കാതും കയ്യും കാലും ഞാനാകുമെന്ന് അള്ളാഹു ഖുദ്സിയായ ഹദീസിലൂടെ പറഞ്ഞത് നാം നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാണ് ഇതിന്റെ വിവക്ഷ എന്ന് പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇവിടെ വായിച്ചു. അതിന് മൂപ്പരും മറ്റേ മറുപടി പറഞ്ഞാൽ എന്താ? വായിച്ചത് പച്ചക്കള്ളം മൗലി ഇവിടെ തട്ടിവിട്ടതാണ്. എന്നിട്ട് മൂപ്പര് പറയാണെന്ത്? CF സ്മരണികയിൽ തന്നെ പറയുന്നുണ്ട് ഞാനൊരു വാചകം കട്ടുന്നാ പറയണേ. ഏതാ വാചകം? കട്ടിട്ടില്ലവരോടെ കേട്ടോ. എന്താ? പക്ഷേ അത് അത്രയും അള്ളാഹു നൽകിയതായതുകൊണ്ട് അടിമയുടെയും അള്ളാഹുവിന്റെയും കഴിവ് തുല്യമല്ലെന്ന വസ്തുത ശ്രദ്ധേയമാണ്. ആർക്കായൽവക്കം എന്റെ പേര് പറഞ്ഞത്? അള്ളാഹു നൽകിയതായതുകൊണ്ട് തുല്യല്ല. അത് മുമ്പത്തെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നോ? മുമ്പത്തെ പ്രസംഗത്തിൽ തുല്യമല്ല എന്നുള്ള ഭാഗം വായിച്ചിരുന്നോ? അത് വായിച്ച് വിശദീകരിച്ചിരുന്നോ? അതിന്റെ പുറമെ അള്ളാഹുവിനെ പോലെ എന്ന് കൂട്ടിയില്ലേ? ഇനി അയാൾ ചോദിച്ചത് നിങ്ങൾ കേട്ടോളി. അള്ളാഹിനെ പോലെ ചോദ്യം വരുന്നുണ്ട്. എന്നാ അള്ളാഹു നൽകിയിട്ടുണ്ടോ? അള്ളാഹിനെ പോലെ കാണാനും അള്ളാഹിനെ പോലെ കേൾക്കാനും അള്ളാഹിനെ പോലെ അറിയാനും ഔലിയാക്കന്മാർക്ക് അള്ളാഹുവിനെ പോലെ ഔലിയ അറിയും, അള്ളാഹുവിനെ പോലെ ശൈഖന്മാര് കാണും, അള്ളാഹുവിനെ പോലെ ശൈഖന്മാര് അറിയും കേൾക്കും എന്ന് ഏത് ഗ്രന്ഥത്തിലാണ് ഉദ്ധരിച്ചത് എന്ന് പേരോട് ഇവിടെ പറയണം. എവിടെയാ എഴുതിയത് എന്ന് മൗലവി പറയണം. ഞങ്ങളെ ഏത് പുസ്തകത്തിലാണ് നിങ്ങൾ പറഞ്ഞ പോലെ എഴുതിയത് മൗലവി പറയണം. എന്റെ മുന്നിൽ വന്ന് പറയണം. കള്ളം പറഞ്ഞാൽ പറ്റില്ല. മുന്നിൽ വന്ന് പറയണം ഏത് ഗ്രന്ഥത്തിലാണ് എഴുതിയത് അള്ളാഹുവിനെ പോലെ. ആളുകളെ വഞ്ചിക്കാനേ, ആളുകളെ എഴുതിയ വാചകല്ല പറയുന്നത് വേറൊരു വാചക. നിങ്ങൾ നോക്കി എന്തൊരു തട്ടിപ്പാണ് ഇത്. കേൾക്കുമ്പോൾ ആളുകൾ വിഷമിക്കൂലേ? അള്ളാഹിനെ പോലെ നമ്മളെ മുക്കിലുണ്ടോ? ഇല്ലാത്തതാ ചോദ്യം. ചോദിക്കുന്നതല്ല ഉള്ളതല്ല ചോദിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞ എന്റെ മുന്നിൽ വരണോ. എന്തൊരു തെറ്റാല്. പഠിച്ചവനെ മസിയു തെറ്റാൽ ഇയാളിനെ ആയിരിക്കും. ആർക്കറിയാം? ഇനിയൊക്കെയാണോ? ഇയാൾക്കൊരു ബുക്ക് എടുക്കുന്ന രസമുണ്ട്. അത് ഈ ബുക്കിന്റെ മുമ്പ് ഒരു എടുക്കുന്നത് എനിക്ക് എടുത്തിട്ട് അവിടുത്തെ അങ്ങ് വെക്കൂ. എനിക്ക് പിന്നീട് ഒരു വെല്ലുവിളി വെച്ചാട്ടോ. ഞാൻ കത്തും. എനിക്ക് എന്തിനാ കക്കണ്ട്? ഇവിടെ ഉള്ളത് തന്നെ പറയാൻ നേരില്ല. എന്നിട്ട് ഇല്ലാത്തത് പറയണം. അതിനെ അവിടെ മണിക്കൂർ കഴിയില്ല. പിന്നെ മൂപ്പര് പറയണേ ഞാൻ ഇവിടെ കുറെ
വായിച്ചിട്ടുണ്ട്. എന്താണ് അതിൽ വായിക്കാൻ വേണ്ടി കുറെ വിട്ടുപോയിട്ടുണ്ട്. ഒന്നും സുഹൃത്തുക്കളെ നമ്മളിവിടെ വിട്ടുപോയിട്ടില്ല. ഇതിൽ പറഞ്ഞ ആശയങ്ങളൊക്കെ നമ്മൾ കൃത്യമായി വായിച്ചിട്ടുണ്ട്. യാതൊന്നും വിട്ടുകളഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മളെ ചോദ്യം എന്താ? അള്ളാഹു കാണും പോലെ കാണും, അള്ളാഹു കേൾക്കും പോലെ കേൾക്കും എന്ന് ഇഷ്ടദാസന്റെ കണ്ണും കാതും കൈയും കാലും ഞാനാകും എന്ന ഹദീസിന്റെ വിശദീകരണത്തിൽ ആരാണ് പോലെ കേൾക്കുമെന്ന് എഴുതി വെച്ചത്? പോലെ അറിയുമെന്ന് എഴുതി വെച്ചത്? പോലെ കാണുമെന്ന് എഴുതി വെച്ചത്? അതല്ലേ നിങ്ങൾ തുടരേണ്ടത്? അതല്ലേ ആരോഗ്യപരമായ സംവാദം? അതല്ലേ നിങ്ങൾ കാണിക്കേണ്ടത്? വെറുതെ അതൊന്നും പറയാ. ഇപ്പൊ കടകള് എടുത്ത് ഒന്നിങ്ങനെ എടുത്ത് അതവിടെ വെച്ച് എന്തോ ഒരു കുതന്ത്രം എന്നറിയോ? എന്നാ പോലെയല്ലേ കേൾക്കേണ്ടത് അല്ലേ? മൗലവിന്റെ റൂഹിന്റെ കൽപ്പിച്ചു തരാം കേട്ടോ. ഉപർക്ക് പോലെ എന്നുള്ളതിനൊരു അറബി ഭാഷ കിട്ടണം. ഐ മിസിലദാലിക. അള്ള കാതാകും കണ്ണാവും എന്ന് പറഞ്ഞാൽ കാതുപോലെയാകും കണ്ണുപോലെയാകും എന്ന് പറഞ്ഞാൽ അസാധാരണമായ കേൾവി അല്ലാഹു മുഖേന, അസാധാരണമായ അറിവ് അല്ലാഹു മുഖേന. അപ്പൊ പോലെയെന്ന് കാണിക്കുന്നു. പോലെയെന്ന് കാണിച്ചല്ലോ, ഇനി രാജിവെക്കോ? മിസിലദാലിക കാണിച്ചല്ലോ, ഇനി രാജിവെക്കോ? ഇനി അവസാനം ഒന്ന് മുജാഹിദിന്റെ ബുക്കും വായിക്കട്ടെ, എന്നാലല്ലേ ആപ്പ് കൊടുക്കലാവും. ഇനി അൽമനാർ വായിക്കട്ടെ. എടുക്കുമോനെ അൽമനാർ. പോലെ എഴുതിയത് പോലെ അൽമനാർ മുജാഹിദിന്റെ പത്രായി വായിക്കുന്നത്. പോലെ എഴുതിയത് പോലെ എഴുതിയതാണ് മൂപ്പർക്ക്. അള്ളാന്റെ സിഫത്തിന് പോലെന്ന് നിങ്ങൾ എഴുതിയതാ വായിക്കുന്നത് കേട്ടോ. അർ-റഹ്മാൻ എന്ന വിശേഷണം അള്ളാഹുവിന് മാത്രമുള്ളതാണെന്ന് വായനക്കാര് പ്രത്യേകം മനസ്സിലാക്കുക. മറ്റാരെയും അതുകൊണ്ട് വിശേഷിപ്പിക്കരുത്. എന്നാൽ അർ-റഹീം എന്ന വിശേഷണം അള്ളാഹു അവനെ വിശേഷിപ്പിച്ചതുപോലെ അവന്റെ ദൂതന്റെ വിശേഷണമായും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അള്ളാന്റെ വിശേഷണമായ റഹീം അള്ളാനെ വിശേഷിപ്പിച്ചതുപോലെ റസൂലുള്ളാഹിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടെന്ന്. അള്ളാന്റെ സിഫത്ത് അള്ളാന്റെ റസൂലിനെയും പോലെ പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങളെ മുഖപത്രത്തിലാണ് വായിച്ചത്. മുജാഹിദേ, ആൺകുട്ടികളാണോ രാജിവെച്ച് വന്നോ സുന്നിയിലേക്ക്? രാജിവെച്ച് വന്നോ സുന്നിയിലേക്ക്? വാദപ്രതിവാദത്തിന് വെല്ലുവിളിച്ചാ പോരാ. ആരോഗ്യപരമായ സംവാദമല്ലേ? ആരോഗ്യമുണ്ടെങ്കിൽ വന്നോ, അൽമനാറിന്റെ കെട്ടുകൊടുത്ത് പൊയ്ക്കോ, അൽമനാറിന്റെ കെട്ടുകൊടുത്ത് പൊയ്ക്കോ ആരോഗ്യമുണ്ടെങ്കിൽ. മൂപ്പര് ഒരിക്കൽ പറയുന്നുണ്ട്, അള്ളാന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു സൃഷ്ടികൾക്കും ഇല്ലാത്ത പ്രത്യേകത മൗലവി സൃഷ്ടികൾക്കുള്ള വല്ല പ്രത്യേകതയും അള്ളാഹ്ക്കുണ്ടോ? ഇല്ലാത്ത പ്രത്യേകത. അള്ളാന്റെ പ്രത്യേകത ഒന്ന് വേറെ തന്നെ, സൃഷ്ടികളൊന്ന് വേറെ തന്നെ. റഹീമു തന്നെ അള്ള റഹീമായത് പോലെ റസൂൽ റഹീമായത്. റുഹമാഉ ബൈനഹും, സർവ്വ മുഅ്മിനീങ്ങളും റഹീമുകളാണ് എന്ന് ഖുർആനില്ലേ? പക്ഷെ അത് അള്ളാന്റെ മാനക്ക. അള്ള റഹീമാണെന്ന് പറഞ്ഞാൽ സ്വന്തം കഴിവുകൊണ്ട്, റസൂലുള്ള റഹീമാണ്, ഔലിയാക്കൾ റഹ്മാനാണ് എന്ന് പറഞ്ഞാൽ അള്ള കൊടുക്കുന്ന കഴിവുകൊണ്ട്. വ്യത്യാസം വന്നില്ലേ? അള്ളാന്റെ ശേഷം പോലെ വേറെ ആർക്കാണ് ഒരു സംശയം? ഇനി ഇൻഷാ അല്ലാഹ് മൗലവിയുടെ ബാക്കി തട്ടിപ്പുകൾ ഞാൻ നാളെ വിശദീകരിക്കുന്നു. ഇന്നെല്ലാവരും 3 സ്വലാത്ത് നമുക്ക് ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.